ഉസ്താദ്, ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചോളൂ, അത് മറന്നുകൊണ്ട. അതായത് ഉസ്താദ് പറഞ്ഞു ഇത് എന്തുകൊണ്ട് ബിദ്അത്താവൂല എന്ന രൂപത്തിൽ ഉസ്താദ് സമർത്ഥിച്ചു പറഞ്ഞു ഇവിടെ. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ട് ഇത് ബിദ്അത്താകുന്നില്ല? ബിദ്അത്ത് എന്ന ഗണത്തിലേക്ക് പെടുത്താൻ മാത്രം നിങ്ങൾ പറഞ്ഞ പ്രമാണങ്ങൾ പോരെ? എന്തേ നിങ്ങൾ അവിടെ ഒരു ഉരുണ്ട് ഈ വിഷയത്തിൽ കളിക്കുന്നതെന്നാണ് എന്റെ സംശയം. നിങ്ങൾ ബിദ്അത്തുകാരനാവൂല എന്ന് നിങ്ങൾ പറഞ്ഞുവിടെ ഈ വിഷയത്തിൽ. അങ്ങനെ ചൂണ്ട് വെച്ചതുപോലെ ആവും, ബിദ്അത്തുകാരനാവൂല എന്ന രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ നേരത്തെ ഉദ്ധരിച്ച ആ തെളിവൊന്നും ഇതിന് പോരെ? എന്തോ ഒരു പ്രമാണത്തിന്റെ ഒരു കമ്മി ഉസ്താദിന്റെ സംസാരത്തിൽ തോന്നുന്നു. എന്തുകൊണ്ട് ഇത് ബിദ്അത്തിലേക്ക് എത്തുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം. വിശദീകരിച്ചാൽ. അതിനാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അത് തെറ്റാണ്, ആ വാദം തെറ്റാണ് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ഒരു വാദം തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ആ വാദം ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടാണ്, വഹാബിയാളെ പശ്ചാത്തലത്തിൽ ചിന്തിച്ചുകൊണ്ടുള്ള ചോദ്യമില്ല. അത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കുമ്പോൾ പിന്നെ അതിന്റെ ബിദ്അത്ത് എന്നുള്ള ഗൗരവത്തിലേക്ക് അത് പോകുന്നുണ്ടോ എന്നത് രണ്ടാമതായിട്ട് വരുന്ന കാര്യമാണ്. അത് തെറ്റാണ്, ആ വാദം ശരിയല്ല. കാരണം ഇമാമുമാരെല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാ ഇമാമിങ്ങളും എല്ലാവരും കിതാബിലും എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. എത്രയോ ഇമാമിങ്ങൾ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആൾക്കാർ, അവരൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ലം യദ്ഹർ ലഹു ദില്ലുൻ അസ്ല. ഈ സ്ഥിതിക്ക് ഒരു മുഖല്ലിദായ സാധാരണക്കാരനായ പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയാർ അതിനെതിരിലൊരു വാദം ഉന്നയിക്കുന്നത് ശരിയാണോ അല്ലയോ, തെറ്റാണോ, അതാദ്യം പറയും. അത് പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ ബിദ്അത്തിന്റെ വശത്തെക്കുറിച്ച് സംസാരിക്കാം. ഉസ്താദ് പറഞ്ഞ സംശയത്തില ഇവിടെ ഇതുവരെ ഈ ക്ലാസ് റൂമിൽ പ്രചരിപ്പിച്ചത് ഇതിൽ പുത്തൻ വാദമാണ്. അങ്ങനെ ഇത് ആർക്കും റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് എല്ലാവരും സമ്മതിക്കാൻ. ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, നേരത്തെ ഉസ്താദ് സ്ഥിരപ്പെട്ട ഒരു ഖുസൂസിയത്ത് പറഞ്ഞല്ലോ, അത് നിശ്ചയിച്ചാൽ ഗൈബ് അറിയുക എന്ന്, അതിന് ഒരാൾ നിശ്ചയിച്ചാൽ പുത്തൻവാദിയാവൂലേ? ബിദ്അത്തുകാരനാണോ എന്ന് പറയാൻ ഉസ്താദിന് ധൈര്യം ഉണ്ടാവുമല്ലോ, ഇല്ലേ? എങ്കിൽ ആ കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കി കാര്യം പറയാം. അത് നിഷേധിച്ചാൽ, സ്ഥിരപ്പെട്ട ഖുസൂസിയത്ത് നിഷേധിച്ചാൽ, ഏതുപോലെ ഉസ്താദ് നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ അത് നിഷേധിച്ചാൽ ബിദ്അത്തുകാരനാണെന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ധൈര്യക്കുറവുണ്ടോ? എന്നാൽ ഞാൻ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി എന്റെ കുറെ സംശയങ്ങളുണ്ട്, നമുക്ക് ചോദിക്കാം. അപ്പൊ വൈബിനെ നിഷേധിച്ചാൽ ബിദ്അത്തുകാരനാവോ എന്നുള്ളതിൽ എന്താണ് മറുപടി? അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിനെ സംബന്ധിച്ചുള്ള നിലപാട് പറയാമെന്ന സംശയങ്ങൾ ചോദിക്കൽ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ നിലപാടുകൾ പറയണം, വ്യക്തമായ നിങ്ങളുടെ നിലപാട് പറയണം. അഥവാ നയലിന്റെ നിഷേധത്തിന്റെ വിധി എന്ത്, അത് നിങ്ങൾ നിലപാട് ആദ്യം പറയണം. വൈബിനെ നിഷേധിച്ചു, അഥവാ വൈബ് എന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങൾ പറയണ മാതിരി അല്ല. അഥവാ എന്താണ് മുജാഹിദുകൾ എന്താ പറയണത്? അള്ളാഹുവിന് മാത്രമേ വൈബ് അറിയുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് ആർക്കും വൈബ് അറിയൂല. അപ്പൊ നമ്മൾ പറയുന്ന ഇന്ന വൈബൊക്കെ അറിഞ്ഞിട്ടില്ലേ, അത് സ്വന്തമായിട്ട് അറിഞ്ഞതല്ല, അത് അള്ളാഹ് അറിയിച്ചു കൊടുത്തപ്പോൾ അറിഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന സ്വഭാവമുണ്ട്. അങ്ങനെയല്ല, സുന്നി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് കറാമത്തായിട്ടും അമ്പിയാക്കൾക്ക് മഅ്ജിസത്തായിട്ടും ഗൈബുകൾ ഉണ്ട്, അത് അവരുടെ മഅ്ജിസത്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഇബാറത്ത്, അതുപോലെ തന്നെ അതിന്റെ ഷർഹായ നസീമുർ റിയാദിന്റെ ഇബാറത്തും ഞാൻ എന്റെ പ്രസംഗത്തിൽ നേരത്തെ ഉദാഹരണമായി പറഞ്ഞു. അത് നിഷേധിക്കുന്നവൻ മുബ്തദി തന്നെയാണ്, പുത്തൻവാദി തന്നെയാണ്. മനസ്സിലായില്ലേ? ഞാൻ എന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഇനി നിങ്ങൾ ഈ നേരുമായി ബന്ധപ്പെട്ട ഈ നിഷേധത്തിന്റെ നിലപാട് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഞാനല്ലല്ലോ ഉസ്താദ് പറയണ്ടേ, ഉസ്താദല്ലേ ഇവിടെ പറയുന്നത്. ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദല്ല, ഈ ക്ലാസ് റൂം, നിങ്ങൾ ഈ ക്ലാസ് റൂമിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാദമാണ് ഈ വാദം. അതാണ് ഞാൻ ഇടക്കിടക്ക് ഈ റൂമിൽ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പൊ ഉസ്താദ് തന്നെ സമ്മതിച്ചു, അങ്ങനെ ബിദ്അത്താണ് എന്ന് പറയുന്നതിലേക്ക് മാത്രം പ്രമാണയോഗ്യമല്ല ഈ പറയുന്ന തെളിവുകളൊന്നും, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എനിക്ക് വ്യക്തമായിട്ട് ഉത്തരം കിട്ടി ഉസ്താദിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ ഖുസൂസിയത്ത് എന്ന നിലക്ക് സുന്നികളെല്ലാവരും റസൂലുള്ളാഹിക്ക് നിഴലില്ല എന്ന് തന്നെയാണ് പറയാറ്. അതിന് ഈ പ്രമാണങ്ങൾ മതി.
പിന്നെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ദില്ല് എന്ന പദത്തിന് അവിടെ അർത്ഥം വെച്ച് നിഴല് എന്ന അർത്ഥം വെച്ചാലും കുഴപ്പമില്ല എന്നിടത്തേക്കാണ് ഉസ്താദിന്റെ ബാക്കിയുള്ള വിശദീകരണത്തിന് കിട്ടിയത്. പിന്നെ എന്തിനാണ് ഈ കോലാഹലം നടത്തുന്നത് എന്നാണ് എന്റെ അടുത്ത ചോദ്യം. പിന്നെ എന്ത് വിഷയത്തിലാണ് ഇവിടെ തർക്കമുള്ളത്? അതും കൂടി ഒന്ന് പറഞ്ഞേ. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞല്ലോ. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞു. സുന്നികളുടെ നിലപാട്, നിങ്ങളുടേതടക്കമുള്ള സുന്നികളുടെ നിലപാട് എന്താണ്? നയലില്ല എന്നാണ്. അപ്പൊ പിന്നെ നയലുണ്ട് എന്ന് പറയുന്ന പോലെ സുന്നികളുടെ നിലപാടല്ല നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? നയലുണ്ട് എന്നുള്ളത് സുന്നികളുടെ നിലപാടല്ല എന്നല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത്? കുഴപ്പമില്ല എന്ന് പറയുന്നതും ബിദ്അത്താണെന്ന് പറയുന്നതും രണ്ടാണ് സഹോദര. കുഴപ്പമില്ല എന്നെങ്ങനെയാണ് പറഞ്ഞത്? സുന്നികളുടെ നിലപാടിനെതിരിൽ ഇയാൾ പറഞ്ഞത് കുഴപ്പമില്ല. അതെന്താ അടിസ്ഥാനത്തിലാ? സുന്നികളുടെ വിശ്വാസം നേരില്ല എന്നാണ്, പക്ഷെ നേരുണ്ട് എന്ന് പേരോട് പറഞ്ഞു. അതിൽ കുഴപ്പമില്ല. അതെന്താ കുഴപ്പമില്ല എന്ന് പറയുന്നത്? സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസം? സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല എന്നാണോ? എന്താ നിങ്ങളുടെ വിശ്വാസം? അതൊന്ന് പറയും. സുന്നികളുടെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല. ഏതായാലും ആ ഹദീസിന് മില്ലിന് നയല് എന്ന അർത്ഥം വെച്ചത് സുന്നികളുടെ നിലപാടല്ല നിങ്ങൾ സമ്മതിച്ചു. അങ്ങനെ സുന്നികളുടെ നിലപാട്, സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇമാമുമാരടക്കമുള്ള ആൾക്കാരാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള ആ കുഴപ്പമില്ല എന്ന് പറയുന്ന ആ വാദം എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനം പറയണം, അതിന്റെ തെളിവുകൾ പറയണം. സുന്നികളുടെ, നിങ്ങളുടെ അടക്കമുള്ള സുന്നികൾ, ആ സുന്നികളുടെ നിലപാടിനെതിരിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നയലുണ്ട് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. അത് ഏത് ഇബാറത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഇബാറത്തിന് ഹാജരാക്കണം. സുന്നി സമൂഹത്തിന്റെ നിലപാടിനെതിരിൽ പറയുന്നത് കുഴപ്പമില്ല. പറയൂ. ഉസ്താദ്, അതുകൊണ്ടാണ് ഞാനെന്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ ഉസ്താദിനോട് ചോദിച്ചത്. ഞാൻ തർക്കിക്കാനല്ല ഉസ്താദ്, ഞാൻ ഇതിൽ മൂലം വരുന്ന കുറെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദിനോട് ചോദിക്കുന്നത്. ഇത് എവിടുന്നാ ഈ തർക്കം വരുന്നത്? ഉസ്താദ് തന്നെ ഇപ്പൊ നേരത്തെ വളരെ വ്യക്തമായിട്ട് സമ്മതിച്ചു, കറക്റ്റാണത്. ബിദഅത്തിന്റെ പദവിയിലേക്ക് പറയാൻ മാത്രം യോഗ്യതയുള്ള പ്രമാണങ്ങൾ അല്ല അത് എന്ന് ഉസ്താദ് സമ്മതിച്ചു. സുന്നികളെ നിലയിൽ നിന്ന് ആരും മാറിയിട്ടില്ല. നിങ്ങളിതെന്ത് ചെയ്തു? ഇത് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശ്വാസ കാര്യത്തിന് ഡോട്ട് മാറ്റി കൊടുക്കി. നിങ്ങൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകല്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ സുന്നികളുടെ നിലപാട് നയലില്ല എന്നാണ്, പക്ഷെ നയലുണ്ട് എന്ന് പറയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതിന് കുഴപ്പമില്ല. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? അത് നിങ്ങളൊരു വാദമായിട്ട് പറഞ്ഞതാണല്ലോ. എന്താണ് അതിന്റെ അടിസ്ഥാനം? അതൊന്ന് പറയും. കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഒരു ദററും അതിൽ ഇല്ല, ഒരു പ്രശ്നവും അതിലില്ല. സുന്നികളുടെ നിലപാടിനെതിരെ ആർക്കും എന്തും പറയാം, അതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറഞ്ഞത്? എന്ന് പറയും. നിങ്ങൾ നാട് നീളെയും ക്ലാസ് റൂമിലെയും പ്രചരിപ്പിക്കുന്ന എന്താ? ഇത് ബിദ്അത്താണ്, ഇത് ഇജ്മാഇനെതിരാണ്, ഇത് അതുകൊണ്ടാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ നാട് നീളെയും ഈ ക്ലാസ് റൂമിലും പ്രചരിപ്പിക്കുമ്പോൾ ഇങ്ങനെയും ഉണ്ട് എന്ന് പറയാലോ ഉസ്താദിന്. അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? നിങ്ങൾ തന്നെ പറഞ്ഞു ഇത് ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് പെടുത്താൻ മാത്രം തെളിവല്ല. അപ്പൊ ആ നിങ്ങളെ വാദങ്ങൾ ഗണ്ണിക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ട് എന്ന് ഉസ്താദിന് പറഞ്ഞൂടെ? അവിടെ എന്താ തെറ്റുള്ളത്? ഉസ്താദ് നിലയിൽ ഉണ്ട് എന്ന് ബാധിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അല്ലല്ലേ? ഹലോ ഹലോ
ഹലോ, ഇതിനോടൊരു സംശയം എനിക്ക് ചോദിക്കാണ്ട്. അല്ലെ, ഇങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയും സുന്നികൾക്ക് നിലപാടുണ്ടെന്നോ? സുന്നത്ത് ജമാഅത്തിൽ രണ്ട് നിലപാടുണ്ട്. ഒന്ന് നേലുണ്ട് എന്നുള്ള നിലപാടും നേലില്ല എന്നുള്ള നിലപാടും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ഉണ്ട് എന്നോ? എന്താ നിങ്ങൾ പറയണത്? രണ്ട് നിലപാടും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങൾക്ക് ഉണ്ട് എന്നോ? അതേപോലെ ഇങ്ങനെയുണ്ട് എന്ന് ഉസ്താദിന് പറഞ്ഞൂടെ? മൂപ്പരിയും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമന്നെ ആക്കി. അപ്പൊ ഒരു ഇമാമാക്കണം, വേറെ ഇമാമാക്കണം ഒക്കെ പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ഒരു അഭിപ്രായം പറയുമ്പോൾ മൂപ്പരഞ്ചൊരു ഇമാമാക്കണം. കാരണം ഇമാം റംലി തങ്ങളും അതുപോലെയുള്ള ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നേരെ വിരുദ്ധമായ ഒരു അഭിപ്രായം പറയുമ്പോൾ മൂപ്പരെ വേറെ ഇമാമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്നാലേ മൂപ്പരെ വാദം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിനെതിരല്ലേ ഈ പറയുന്നത്? ഞങ്ങൾ എന്നും നമ്മളെ ക്ലാസ് റൂമിൽ പറയും ഇത് വഹാബികൾ കേണി വെച്ചു കൊടുക്കലാണ്, ഇത് വഹാബീസത്തിലേക്ക് ആളുകളെ നയിപ്പിക്കലാണ്. കാരന്തൂരിസം വഹാബീസത്തിലേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെല്ലെ മെല്ലെ ആളുകളെ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മതിപ്പ് നഷ്ടപ്പെടുത്തി പ്രവാചകർക്ക് ന്യൂനതകളും പ്രവാചകർക്ക് ഉണ്ടാകേണ്ട ഖുസൂസിയത്തുകളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഇങ്ങനെ തന്നെ നമ്മളെ ക്ലാസ് റൂമിൽ എന്നും നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കരുത്. ഇതേ വിശദീകരണം തന്നെ എന്നും നടത്തിയത്. ഇപ്പൊ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇതേ വിശദീകരണമാണ് നടത്തിയത്. നിങ്ങൾ പറഞ്ഞതും അതാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല, സുന്നികളെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുസൂസിയത്തുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. അത് അല്ലാത്തത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമല്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ മൊത്തത്തിലുള്ള വിശ്വാസത്തിൽ എല്ലാ വിശ്വാസത്തിനെതിരെയും പറഞ്ഞാൽ ആള് കാഫിറാവുകയോ അല്ലെങ്കിൽ മുർത്തദ്ദാവുകയോ അതല്ലെങ്കിൽ മുബ്തദി ആവുകയോ ചെയ്യുന്നില്ല. ഇനിയിപ്പോ അല്ലെങ്കിൽ തന്നെ അത് മാത്രം തെറ്റ്. ഒരാൾ ഒരാള് അത് അദ്ദേഹത്തിന് അതൊരു ഹറാമിന്റെ ശിക്ഷ കിട്ടുകയാണ്. എന്നാലോ ഹറാമാണ്. ഹറാമ് ചെയ്യുന്ന ആള് ഇസ്ലാമിൻ സുന്നത്ത് ജമാഅത്തിന് പുറത്താ? ഒരാൾ ഹറാമ് ചെയ്ത ആൾ സുന്നത്ത് ജമാഅത്തിന് പുറത്താ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് നരകത്തിലേക്ക് എത്താൻ നരകത്തിൽ കടക്കേണ്ട ഒരു കാര്യം ഒരു പ്രവർത്തനം, ആ പ്രവർത്തനം ഉണ്ടാകുകയാണെങ്കിൽ അയാൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താ? അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താണോ അല്ലേ എന്നുള്ളതല്ല വിഷയം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ വാദത്തിനെതിരാണ് ഇത്ര നേരം ഉസ്താദ് പറഞ്ഞ് മനസ്സിലായിട്ട് പിന്നെയും കളി കളിക്കുന്നുണ്ടല്ലോ. അങ്ങനെയല്ലേ പറഞ്ഞത്? മൂപ്പരെയും കൂടിയാണ് സുന്നിയാക്കി നിർത്തിക്കൂടെ? അതൊക്കെ വെറുതെ വീണ്ടും അനാവശ്യമായ ആവർത്തിക്കലാണ്. ഈ പറഞ്ഞ ഇത്ര ദിവസം ദാറുൽ ഹിന്ദിന്റെ ആരോപണങ്ങൾ എന്തായിരുന്നു? ഇത്ര ദിവസം എങ്ങനെയല്ല, ഇത്ര ദിവസം നേലുണ്ടെന്നും മൊയ്തത്ത് മുറിയുന്നും ഈ വാദങ്ങൾക്കായിരുന്നു ദാറുൽ ഹിന്ദ് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കുടുങ്ങിയപ്പോ അതൊക്കെ വിട്ടു. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെങ്കിലും സുന്നത്ത് ജമാഅത്തിൽ നിർത്തിക്കൂടെ എന്നുള്ളതാണ്. അപ്പൊ ദാറുൽ ഹിന്ദാണ് എപ്പോഴും പറയാറ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, സുന്നികളുടെ വിശ്വാസം എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേലില്ല തന്നെയാണ്, മുജ്ദത്ത് മുറിയില്ല തന്നെയാണ്. അപ്പൊ ഈ സുന്നികളുടെ വിശ്വാസത്തിനെതിരാണ് പേരോടും പൊന്മളിയും പറഞ്ഞു ദാറുൽ ഹിന്ദ് തന്നെ പറയണ്ടല്ലോ. അപ്പൊ നമ്മളെ വിശ്വാസത്തിന് എല്ലാവരും ഇങ്ങളും ഞങ്ങളും അടങ്ങുന്ന അതുപോലെ തന്നെ നമ്മളെ നേതൃത്വം നൽകുന്ന ഇമാമിങ്ങളും ഉലമാക്കളും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ വിശ്വാസത്തിനെതിരാണ് ഈ നമ്മൾ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങൾക്കും നമ്മുടെ ഇമാമുമാരുടെ ഇബാറത്തുകൾക്കും അവരുടെ കിതാബിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എതിരാണ് പൊന്മളയും പേരോട് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ എന്തർത്ഥം വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ MA അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ വലിയൊരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹം ഒരു തീർപ്പൊക്കെ കൽപ്പിക്കാൻ ഒരു മുഫ്തി എന്ന നിലക്കൊക്കെ അദ്ദേഹത്തെ വാഴ്ത്തിയത് കൊണ്ടായിരിക്കും അദ്ദേഹം തീർത്ത് പറഞ്ഞു ഇത് മുബ്തദീങ്ങളെ തബ്ലീഗുകാരെ മുബ്തദീങ്ങളുടെ കൂട്ടത്തിൽ എണ്ണാനൊരു കാരണമായിട്ട് അവർക്കുള്ള കുഴപ്പങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ അവരെ നിർത്താതിരിക്കാം. അവർക്കുള്ള കുഴപ്പങ്ങളിൽ ഒന്ന് പറയുന്നത് വഫാത്തിന് ശേഷം കറാമത്ത് നിഷേധിച്ചു എന്നുള്ളതാണ്. വഫാത്തിന് ശേഷമുള്ള കറാമത്തുകൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഒരു കുഴപ്പമായിട്ട് എണ്ണുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഇത്രയും വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് വിശദീകരിച്ചെന്നതാ. പിന്നെയും അറിയാത്ത ഒരു ഭാവം നടിച്ചിട്ട് എന്തെങ്കിലും ഇന്നിപ്പോ മൈക്ക് എടുത്തിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമാണല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ. സത്യത്തിൽ ഇന്ന് ദാറുൽ മൈക്ക് വേണ്ട, എത്രയോ സമയത്ത് വേണ്ട. പിന്നെ ഒരു മുജാഹിദ് സുഹൃത്താണെന്ന് തോന്നുന്നുണ്ട്, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യത്തുമ്മേ പിടികൂടി എങ്ങനെങ്കിലും അങ്ങനെ വാക്കുണ്ടല്ലോ എന്നാ ഞൈമട് കയറി പിടിക്കാം. മുബ്തദി ആണെന്ന് ഇപ്പൊ വിധി എഴുതിയിട്ടില്ലല്ലോ, എന്നാ ആ വിധിമേട് കയറി പിടിച്ചിട്ട് അപ്പൊ മുബ്തദി ആവൂലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കളാക്കണമെന്ന നേതാക്കന്മാരാക്കാണ്. ഒരാൾ മുബ്തദി ആയിട്ടില്ല എന്നാ അവനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാവായി അംഗീകരിക്കണമെന്ന? ഒരാൾ മുബ്തദി ആണെന്ന് അയാൾക്ക് വിധി പറയാൻ അല്ലെങ്കിൽ അയാൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമായി അംഗീകരിക്കണമെന്ന? എവിടുന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്? മുബ്തദി ആയില്ലല്ലോ എന്നാ നമുക്ക് വേഗം നമ്മളെ ഇമാമായി എന്ന് അംഗീകരിക്കുക. ഇമാമുന റംലി, ഇമാമുന ഇബ്നു ഹജർ ഹൈതമി എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഇമാമുന പേരോടി എന്ന് പറയാം അല്ലേ?
ഏതായാലും ഉസ്താദിന് ഇൻഷാ അല്ലാഹ് MT അബൂബക്കർ ഉസ്താദ് വരും. ഞാൻ ഇയാളുടെ ഈ ഇത്ര ദിവസത്തെ മൂപ്പരുടെ ആ ഒരു അവസ്ഥ വിശദീകരിക്കാൻ വേണ്ടി എടുത്താണ്. ഈ ദിവസം വരെ മൂപ്പര് മുറിഞ്ഞു പോകാം, മുറിയും എന്നതിനും തെളിവ് പറയും, മുറിയിലാന്നാണ് നമ്മളെ വിശ്വാസം. പക്ഷെ മുറിയുന്നതിന് വിരോധമല്ല എന്നും പറയും. നേലുണ്ട് എന്ന് പറയുന്നതിന് വിരോധമല്ല, നേലുണ്ട് എന്നതിന് തെളിവുകളുണ്ട്. അതേസമയം നേല് വെറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യനും ചന്ദ്രനും താഴെ നടക്കുമ്പോൾ മാത്രമാണ് ഇല്ലാത്തത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി, അതിലപ്പുറം പറയാൻ പറ്റൂല. ഇത് മൂപ്പരവാദം. അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ ചോട്ടിലൂടെ നടക്കുമ്പോൾ മാത്രമേ ഇല്ലാത്തതുള്ളൂ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല ഇപ്പൊ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദ് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ വാദങ്ങൾക്കൊക്കെ എതിരാണ്. നിങ്ങളുടെയും പൊന്മയുടെയും വേരോടിന്റെയും വാദങ്ങൾക്ക് മുഴുവൻ എതിരാണ്. ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദ് ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേലുള്ളതായിട്ട് ഈ ഇബാറത്തുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേല് ഒരവസരത്തിലും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാ മഹാന്മാരുടെ ഇബാറത്തുകളും വെച്ചുകൊണ്ട് മഹാനായ MT അബൂബക്കർ ഉസ്താദ് ഇവിടെ വിശദീകരിച്ചത്. അതൊക്കെ വിശദീകരണം കേട്ടപ്പോ സത്യത്തിൽ അന്തം വിട്ട് കുന്തം മുണിങ്ങി നിന്നപ്പോ ഇനി ഞാൻ ഇന്ന് മൈക്കെടുത്തിട്ടില്ലെങ്കിൽ അതൊരു പോരായ്ത്തരാവുമല്ലോ അല്ലെ? സ്റ്റാറൊക്കെ മുങ്ങിയാ മതിയായിരുന്നു. അങ്ങനെ ആവുമ്പോ അതൊരു പോരായിട്ടാണ്. ഇടയ്ക്ക് നമ്മൾ ഈ എങ്ങനെ വിളിക്കുവാണല്ലോ, ഇനി ആദ്യം വന്ന് വെല്ലുവിളിച്ചു കുടുങ്ങിയാണ് സത്യത്തിൽ. MT വന്നാൽ MT ഉസ്താദ് MT ദാരിമി വന്നാൽ എന്നെ വിവരമറിയിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ MT ദാരിമി വന്നാൽ എന്നെ വിവരമറിയിക്കണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ പിന്നെ നമ്മൾ വിളിച്ച് വിവരമൊക്കെ അറിഞ്ഞിട്ടും ആ മൈക്കെടുക്കാതെ ധൈര്യം കാണിച്ചിരുന്നില്ല. അപ്പോ ഒരു മുജാഹിദിന്റെ ഒരു ചോദ്യത്തിന് കിട്ടിയ ചെറിയൊരു ആൻസർ മാത്രം വെച്ച് അതിലൊന്ന് കടന്നുകൂടി എങ്ങനെയും കയറി ഒന്ന് പിന്നെ കൊളാക്കാൻ പറ്റുമോ, കുളം കലക്കി മീൻ പിടിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമം ഒന്നും വിജയിക്കൂല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ്. സുന്നീസം ബേജാറാകണ്ട, ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ഈ ക്ലാസ് റൂമിൽ ഇതുവരെ പറഞ്ഞതും ഇത്ര കാലം പറഞ്ഞതും ഉസ്താദ് വിശദീകരിക്കും പോലെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഈ ഹസായിസിന്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഹസായിസിന്റെ കാര്യത്തിൽ ഉസ്താദ് തന്നെ പറഞ്ഞല്ലോ, സമ്മതിച്ചല്ലോ. ആ ഹസായിസുകൾ എടുത്ത് സുന്നികൾ പറയാറുമുണ്ട്. അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാനും പറയാനും ചെയ്യാറും. നിങ്ങൾ നടത്തണ്ട, ആ ഏർപ്പാട് ഇവിടെ നടത്തണ്ട. നിങ്ങൾ ഇത്ര നേരം ഇവിടെ എത്തിയിരുന്ന എന്താണെന്നോ, പെൺമള ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ഉസ്താദ് വിശദീകരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, മുറിന്നാണ് പെൺമള ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ വിശദീകരിക്കുന്നത്. ഇവിടെ ഇത്ര നേരം ഇവരൊക്കെ കമന്റുകൾ അതായിരുന്നു. MT അബൂബക്കർ ഉസ്താദ് നിങ്ങൾ വിശദീകരിച്ച മാതിരിയല്ല. ഖസായിസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് നേലുണ്ടോ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ലാന്നാണെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായത്തിന് എന്താ തെളിവ്? നിങ്ങൾ പറയും. അപ്പൊ നിങ്ങൾ വേണം പറയാം, നിങ്ങളുടെ അഭിപ്രായത്തിന് എന്താ തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് നേലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരത്തിന് നേലുണ്ടോ? ഉണ്ട് ഇല്ല എന്ന നിലപാട് സുന്നികളുടെ നിലപാടാണ് നിങ്ങൾ പറയുന്നു. അപ്പോ ഇല്ല എന്ന നിലപാട് ആരുടെ നിലപാടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തിന് തിരുശരീരത്തിന് നേലില്ല എന്നുള്ളത് സുന്നികളുടെ നിലപാടാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അപ്പൊ ഉണ്ട് എന്ന് പറയുന്നത് ആരുടെ നിലപാടാണ്? അത് പറയും. അതും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ നിലപാടാണ്. ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഇമാമ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ നേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ എന്തിനാ സുന്നീസ് ഇങ്ങനെ ഇടപെട്ടിട്ട്? ഉസ്താദ് മറുപടി പറയുമല്ലോ. ഉസ്താദ് ഉണ്ടല്ലോ ഇവിടെ. ഉസ്താദ് സംസാരിച്ചത് വളരെ ക്ലിയർ ആയിട്ട് വരുമ്പോഴും അതിനുള്ള നിങ്ങൾക്ക് പൊള്ളുമ്പോൾ നിങ്ങൾ ഇവിടെ ഇതൊരു പ്രചരിപ്പിച്ചതുമായിട്ടുള്ള പൊള്ളുന്ന കാര്യം വരുമ്പോഴല്ലേ നിങ്ങൾ ഇടപെടുന്നുള്ളത്. നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ഇത് ബിദ്അത്താക്കി, ഇത് ഇജ്മാഇനെതിരാക്കി, എന്തെല്ലാം ചെയ്തത് ഇവിടെ. ഇത് നിഷേധിച്ചാൽ പോലും ഒരു പിന്നെ ഇത് അല്ല, നിങ്ങളൊക്കെ ക്ലിപ്പ് ഉണ്ടാവുമല്ലോ നിട്ടായിന്ന. ഇവിടെ MT അബൂബക്കർ ഉസ്താദ് വിശദീകരിച്ചതിന്റെ അപ്പുറം ഒരു വിശദീകരണം ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നിട്ടാണ്. ഇത് ബിദഅത്തുകാർക്ക് വേണ്ടി വെച്ചു കൊടുക്കലാണ്. ഇത് വഹാബീസത്തിന്റെ വാദത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു സംശയമല്ലല്ലോ ഇത്. അതെന്നല്ലേ പറഞ്ഞത്? വഹാബികളുടെ വാദമാണ്, വഹാബികൾ പറയുന്ന വാദമാണ്.
ഈ ഏത് ചർച്ചകൾ നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ ഇന്നലെ വലിയ ആളെ മറ്റേ ആളങ്ങനെ ഉരുട്ടിക്കയറ്റിന്നല്ലോ. ഇന്റർനെറ്റിലും മറ്റുമൊക്കെ ഈ ചർച്ചകൾ നടത്തുന്നതൊക്കെ വഹാബീസത്തിനെതിരെയുള്ള മറുപടിയായിട്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ ഈ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത്. ഇത് കാലാകാലങ്ങളായി വഹാബികളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ദൈവബന്ധികളുടെ ഭാഗത്തു നിന്നും അഹ്ലെ ഹദീസുകളുടെ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ആ സുന്നത്ത് ജമാഅത്തുകാർക്കെതിരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകതകൾ വിശ്വസിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കെതിരെയുള്ള വിശ്വാസമാണ്, അവർക്കെതിരെയുള്ള ആരോപണമാണ് ഈ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുള്ളത്. അതന്നെ എപ്പോഴും ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞതിൽ നിന്ന് അണുവീണ ഞങ്ങൾ മാറിയിട്ടില്ല, മാറേണ്ട ആവശ്യമല്ല. സുന്നീസം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ബിദ്അത്തിന്റെ വാദാണെന്ന്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിപ്പിന്റെ ആവശ്യം ഇവിടെ ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് ഇരിക്കുന്ന ആളുണ്ടാവല്ലോ. നിങ്ങളെന്താ ഇപ്പൊ തിരുത്ത്? അത് അല്ല, എന്റെ ദാറുൽ ഹിന്ദ് അതെന്നല്ല ഞാൻ എപ്പോഴും ചോദിച്ചു. ഇതേതെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമ് പറഞ്ഞിട്ടുണ്ടോ? ഇത് പറഞ്ഞതൊക്കെ, ഈ ചർച്ചകൾ നടത്തിയതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളെ നിഷേധിക്കാൻ വേണ്ടിയും ഈ ചർച്ചകൾ നടത്തിയത് മുഴുവൻ ബിദ്അത്തുകാരാണ്. ഇവിടെ നിങ്ങൾ നോക്കി, നിങ്ങൾ സെർച്ച് ചെയ്തോളിയും. വലിയ സെർച്ച് എഞ്ചിന്മാരുണ്ടല്ലോ ഇവിടെ. ഇവിടെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. നോക്കിയും ഈ ചർച്ചകൾ മുഴുവൻ കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളെ നിഷേധിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിനെ നിഷേധിക്കാനും വഫാത്തിന് ശേഷമുള്ള മുഅ്ജിസത്തിനെ നിഷേധിക്കാനും ബിദഈകളായ ആളുകൾ കൊണ്ടുവരുന്നതാണ്. ഒരു സംശയ കാര്യത്തിലില്ല. ഈ വാദം അവരുടെ വാദമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അതേ നമ്മളെ ചോദ്യം. നിങ്ങൾ ഉണ്ടെങ്കിൽ പറയും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഇമാമ് ഈ വാദം ഉന്നയിച്ച് നിങ്ങൾ പറയും. നിങ്ങൾ ഇത് രണ്ടു സുന്നികളെ വാദമാണ് എങ്ങനെയാക്കണു? നിങ്ങൾക്കിപ്പോ വേണ്ടത് പേരോട് പറഞ്ഞതും MT അബൂബക്കർ ദാരിമി ഉസ്താദ് പറയുന്നതും രണ്ടും ഒരേപോലെ ആക്കണം. രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ, അതായത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അങ്ങനെയല്ല. MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് അംഗീകരിക്കുന്ന ഇമാമുമാർ പറഞ്ഞതാണ്. അതേസമയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞ വാദം അത് 100% അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ന്യൂനതകൾ കൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി തീർത്ത വാദങ്ങൾ മാത്രമാണ്. എന്തായാലും സംശയം? ആ കാര്യത്തിലൊരു സംശയമില്ലല്ലോ. ആ വിഷയത്തിൽ ആർക്കൊരു സംശയമില്ല എന്ന് പറയട്ടെ. നിങ്ങൾ പറയും ഇതിലേതെങ്കിലും ഇത് നിങ്ങൾ പറയും, അല്ലെങ്കിൽ ഇന്ന ഇമാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് കണ്ട ഇന്ന ഇമാം ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട ഇമാമിയങ്ങളിൽ ആരെങ്കിലും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില സമയങ്ങളിൽ നേലുണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ അത്യപൂർവമായി സൂര്യന്റെ താഴെ നടക്കുന്ന സമയത്ത് മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ലാത്ത പ്രത്യേകത ഉണ്ടായിരുന്നത് എന്ന് വിശദീകരിച്ചൊരു വിശദീകരണം സുന്നത്ത് ജമാഅത്തിന്റെ ഏതെങ്കിലും ഒരു ഇമാമുകളിൽ നിന്ന് വേണ്ട. 2004 മുമ്പ് കാന്തപുരം AP അബൂബക്കർ, 2014 മുമ്പ് 2011 മുമ്പ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സംഘടനയുടെ ഏതെങ്കിലും ഒരു പണ്ഡിതനെങ്കിലും പ്രഭാഷണം നടത്തിയതോ എഴുതിയതെങ്കിലും നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ കഴിയോ? അതിന് വിരുദ്ധമായി എഴുതിയത് 100 കണക്കിന് ഞങ്ങൾ സൂചിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഈ സുന്നീസ് എന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? ഞാൻ ചില സംശയങ്ങൾ ഉസ്താദോട് ചോദിക്കുമ്പോൾ നിങ്ങൾ തുള്ളുകയും ഡോട്ടിടുകയും ചെയ്യുന്നത് എന്താ? നിങ്ങൾക്ക് എന്തായാലും വിഷമമുള്ളത്? ഇത് ബിദ്അത്തിന്റെ കണത്തിലേക്ക് എത്തിയില്ല. ഇത് ഇജ്മാ അല്ല. അതിന് മാത്രം പ്രമാണം ഇതിൽ പോരാ. പിന്നെ എവിടെയെന്നാ തർക്കം വരുന്നത്? ഞാൻ പറയാം. ഇവിടെ എവിടെയെന്നാണ് തർക്കം വരുന്നത്? തർക്കം വരുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തത്? നിഴലുണ്ടോ നോക്കണം. ഇത് ഇജ്മാ അല്ല, ബിദ്അത്തിന്റെ ഗണത്തിലേക്ക് പോലും പെടൂല എന്ന് വാദിക്കുന്ന നിങ്ങൾ ഇത്രയും ബാലിശമായ ഈ പ്രമാണം കൊണ്ടുവന്നിട്ടാണോ ഇത് ഒരു വെല്ലുവിളിക്കാൻ വേണ്ടി നടക്കുന്നത്? അതാണ് സംശയം. പ്രമാണം കൊണ്ടുവന്നിട്ടാണോ ഇത് ഒരു പിന്നെ ബിദ്അത്തിന്റെ ഗണത്തിൽ പോലും പെടൂല, അതായത് ബിദ്അത്തിന്റെ അവിടേക്ക് പോലും എത്തൂല എന്ന് പറയാനുള്ള എന്തിനങ്ങനെ ഉരുളുന്നത്?
അതായത് മുബ്തദി ആണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു അതിന്റെ പരിപൂർണമായി ഇത് എത്തിയിട്ടുണ്ടോ അല്ലേ എന്നുള്ള കാര്യം മാത്രമാണ് സംസാരിച്ചത്. അതല്ലാതെ ബിദ്അത്തുകാരുടെ വാദമാണിത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ എതിരഭിപ്രായമല്ല, നിങ്ങൾക്ക് തന്നെ അതിൽ എതിരഭിപ്രായമല്ല. നിങ്ങൾക്കാകുള്ളത് ഇവിടെ എന്താണ്? ഇതിപ്പോ നിങ്ങൾ പറഞ്ഞു MT അബൂബക്കർ ദാരിമി ഉസ്താദ് പറഞ്ഞത് ഇത് ബിദ്അത്താണെങ്കിൽ എന്തുകൊണ്ട് ഇത് തെറ്റാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞുകൂടാ? ഇത് തെറ്റാണെങ്കിൽ എന്തുകൊണ്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞുകൂടാ? അല്ലെങ്കിൽ നമ്മളെ ഇമാമുമാര് പറഞ്ഞൊരു അഭിപ്രായത്തിന് എതിരെ പറഞ്ഞാൽ അവരൊക്കെ എന്തുകൊണ്ട് മുബ്തദിയാക്കിക്കൂടാ? എല്ലാരെയും അതിന്റെ പേരിൽ മുബ്തദി ആക്കുക, മുബ്തദി എന്ന പദം അദ്ദേഹം ഒരു വ്യക്തിയെ പ്രയോഗിക്കുക എന്നുള്ളതിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കുക മാത്രമാണ് ആ കാര്യത്തിൽ ചെയ്യുന്നത്. അത് മൂപ്പര് പറഞ്ഞു എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു നില വെച്ചുകൊണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു. അതായത് ഒരു വ്യക്തിയെ മുബ്തദി ആണ് എന്ന് പറയുന്നതിന് മറ്റു പല ഒരാളെ മുബ്തദിയായിട്ടാണ് തള്ളണമെങ്കിൽ അതിന് മറ്റ് പല വിശേഷണങ്ങൾ കൂടി ചേരണം. അതേസമയം അയാൾക്ക് മുബ്തദിന്റെ ലക്ഷണങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മുബ്തദികൾ പറയുന്ന ചില വാദങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ഏണി വെച്ച് കൊടുക്കുന്ന ചില വാദങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചില പ്രയോഗങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് വേണ്ട. ഒരു ഉദാഹരണത്തിന് പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമുള്ള ഒരാൾക്ക്, ഇപ്പോ ഒരു ചിക്കൻ കുനിയ ഉള്ള ഒരാൾക്ക് ഇടയ്ക്കൊരു വിറക്കലുണ്ടാവും കിട്ടുക. അപ്പൊ എല്ലാ വിറകളും കാണിക്കുമ്പോൾ ഓനൊക്കെ ചിക്കൻ കുനിയക്കാരനാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഓൻ ചിക്കൻ കുനിയക്കാരന്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ. അങ്ങനത്തെ ലക്ഷണങ്ങളാണ് ഇയാൾ ഈ ഭാഗത്തുനിന്ന് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് കാണുക, നീ വേറൊന്ന് പൊന്തിക്കുക, അങ്ങനെ കുറെ പൊന്തുമ്പോ നമ്മളാണ് പറഞ്ഞോളും. അപ്പൊ പിന്നെ പറയാതിരിക്കൂല. ഇങ്ങനെയുള്ള കുറെ ലക്ഷണങ്ങൾ ഒരുമിച്ച് വരുമ്പോ ഈ ലക്ഷണങ്ങളൊക്കെ പാടെ കൂട്ടിയാ പിന്നെ ഞാൻ ചിക്കൻ കുനിയക്കാരനാണ് പറയും. വെറൊരു വറയിൽ മാത്രമല്ല, നല്ല പനി വനിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുട്ടിന് വേദന വേണം, കൈമുട്ടിന് വേദന വേണം, ഇങ്ങനെ എല്ലാ ലക്ഷണം കൂടി അദ്ദേഹം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓൻ ചിക്കൻ കുനിയക്കാരനാണെന്ന് പറയും. അപ്പോൾ ചിക്കൻ കുനിയക്കാരനാണെന്ന് പറയാനുള്ള എല്ലാ ലക്ഷണങ്ങളും കൂടി ഇദ്ദേഹത്തിന് ഒത്തിട്ടില്ല. അല്ലെങ്കിൽ ആ ലക്ഷണങ്ങളൊക്കെ പാടൊക്കുമ്പോൾ അതിനാണ് ഇവർ ഓരോരുത്തർ ഓരോന്ന് പറയുന്നതേ. അതല്ല ഇവർ ഏറ്റവും വലിയ പ്രത്യേകത. മോചിതത്ത് ഇയാൾ മുറിക്കാൻ തയ്യാറല്ല, ഇയാളെ നേല് മാത്രം, എന്നാ മറ്റേ മോചിതത്ത്. അപ്പൊ എല്ലാതും പാടെ ഒരുമിച്ച് പറഞ്ഞാൽ ഒരൊറ്റ ആൾക്ക് നല്ല അടി കിട്ടുമല്ലോ. പണ്ട് നിങ്ങൾ ഒരു ഈ പന മുറിച്ച കഥ കേട്ടുകൊണ്ട് നിങ്ങൾ ഒരാള് പന മുറിച്ചു തരും. അപ്പൊ ഒരു രണ്ടാൾക്കാർ, ഒരു വാപ്പയും ഒരു മകനും നമ്മളെ പനയൊന്നും മുറിക്കും. 10-39 പണിക്കാരുണ്ട് തരും. അപ്പൊ ഓല് പറഞ്ഞേ ഓരടിയൊക്കെ ഞങ്ങൾ ഏൽക്കുന്നത്ര, ഓരടി പനയൊക്കെ ഞങ്ങൾക്ക് ഏറ്റാൻ പറ്റും, നമുക്കൊന്നും സംഭവിക്കൂലാർന്നു. അപ്പൊ പാടത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുക പന. അപ്പൊ ഈ മനുഷ്യന്മാർ ഒരു അടി പന എന്ന് പറഞ്ഞപ്പോ എത്രയല്ലേ ഉണ്ടാവുള്ളൂ? 40 അടിയുടെ പനയാണ്, 39 അടിയുടെ പനയാണ്. അപ്പൊ ഒരു അടി പന നമ്മൾ ഏറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കൂലല്ലോ, അത് ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്നാ ആയിക്കോട്ടെ ഞങ്ങൾ നീണ്ടു നിൽക്കുന്ന നടത്തരെ, നീണ്ടു നിൽക്കി നടന്നിട്ട് മകൻ മറന്ന വാപ്പ കൊത്തിക്കോഴി നടത്തരെ, ഒറ്റ കൊത്താണ് കൊത്തീൻ. ഈ പനയൊക്കെ പാടെ നേരെ 40 ആളെയും തലമക്കുഴി കൊണ്ടു, 40 ആളും മരത്തിക്കാട് പൂന്തിപ്പോയി. അപ്പൊ മകൻ പറഞ്ഞേ, ഓ വല്ലാത്ത ഇതായാലോ ലേ എന്ന് വെച്ചു തരേ. അപ്പൊ ആ തന്റെ ഇനി നമുക്ക് ഏതായാലും വല്ല മറയും കൂടിയും വേണ്ടല്ലോ. അപ്പൊ ഇതൊക്കെപ്പാടെ വന്നാലും ഭൂമിക്ക് പൂന്തി പോകും, അതുപോലെ കാര്യം. അതിനാണ് ഓരോരുത്തരും ഓരോ അടി ഏൽക്കണതേ. ഈ രണ്ടാളും പാടെ നിന്നിട്ട് ഈ രണ്ടും പാടെ ഒറ്റയടിക്ക് പോലെ തലമക്കട് വീണാലോ രണ്ടാളും അടിയിൽ പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരടി ഇയാള് ഏറ്റുക, മറ്റേ ആളി മറ്റൊരടി ഏറ്റുക. അത് ഓല മുഷാവറിന്റെ കഥ പറയുമ്പോ നമ്മൾ പറയുന്ന കാര്യമാണത്. അപ്പൊ രണ്ടാളും ഓരോരോ അടി ഏൽക്കുക, അങ്ങനെ വേറൊരാൾ വേറെന്ന് പറയാം, വേറൊരാളെന്ന് വേറെന്ന് പറയാം. ഇതൊക്കെ പാടെ ഒരാളിൽ ഒരുമിക്കണം, അവിടെ പ്രശ്നം. ഇവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് ഈ അബൂബക്കർ ദാരിമി ഉസ്താദ് മുബ്തദി ആണ് എന്ന് പോലും പറയാൻ പറ്റൂല, എന്ന് പറയാൻ പറ്റൂല എന്നാ പറയേണ്ടത്. എന്നിപ്പോ പറയുന്നില്ല, അല്ലാതെ എന്ന് പോലും പറഞ്ഞാൽ ഏറ്റവും ചെറുതാക്കുക, എന്ന് പോലും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞാല് ഇയാൾ അതാണ് മൂപ്പര ഒരു സ്റ്റൈൽ ശ്രദ്ധിച്ചത്. മുബ്തദി ആണ് എന്ന് പോലും, അതായത് അതിന്റെ ഏറ്റവും ചുരുങ്ങിയതാണ്, അതിന്റെ ഏറ്റവും മാക്സിമാണത്, അതിന്റെ ഏറ്റവും മാക്സിമാണത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കുന്നില്ലേ? ഞാൻ ബഹുമാനപ്പെട്ട MT ഉസ്താദിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇവിടെ നിഴലോ അല്ലെങ്കിൽ മുഅ്ജിസത്തോ അല്ല, ഇന്ന് ജീവിക്കുന്ന ഒരാള് ഹദീസ് ഓതിക്കൊണ്ട് അതിൽ നിന്ന് നിയമം കണ്ടെത്തുന്നതിന്റെ വിധി എന്താണെന്നാണ് എനിക്കറിയാനുള്ള ഒരു ചോദ്യം. അതായത് ഹദീസുകൾ അല്ലെങ്കിൽ ആയത്തുകൾ ഓതിയിട്ട് അതിൽ നിന്ന് നിയമം കണ്ടെത്തി പ്രഖ്യാപിക്കുന്ന അതിന്റെ നിലപാട് എന്താണെന്നാണ് എന്റെ ചോദ്യം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? എന്താണ് ഇദ്ദേഹം ചോദിച്ച ചോദ്യം പകുതിയെ കേട്ടതുള്ളൂ. ഒന്നുകൂടി നിങ്ങൾ ആ ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടോ. ഞാനപ്പോൾ ഇതിന് ശ്രദ്ധ വേറെ സ്ഥലത്തായിരുന്നു. ആരാണ് ഗ്യൂമി മൈക്ക് അല്ലേ? ഗ്യൂമി മൈക്ക്. എനിക്ക് മൈക്ക് തരൂന്ന മുപ്പര ചോദ്യം തന്നെ മുപ്പര പേരിൽ അടങ്ങിയിട്ടുണ്ട്. ഗ്യൂമി മൈക്ക്, എനിക്ക് മൈക്ക് തരൂന്ന. അപ്പൊ അദ്ദേഹത്തിനൊന്ന് മൈക്ക് കൊടുക്കട്ടെ. പിന്നെ ഒന്നുകൂടി നിങ്ങൾ ആ ചോദ്യം പിന്നെ റിപ്പീറ്റ് ചെയ്യണം. ഉസ്താദ്, അത് ജിഷാനാണ്. അത് ജിഷാൻ ആ ചോദിക്കുന്ന ആയതിസിന് വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട്. ഡോട്ട് ഇടരുത് സുനിസൻ ഡോട്ട് ഇടരുത്. നിങ്ങൾ ഈ നാടകം കളിക്കരുത്. ഉസ്താദ് തന്നെ പറഞ്ഞു ഇത് ഇജ്മാ ഇല്ല, ഇത് വിദേഹത്താണെന്ന് പറയാൻ പറ്റൂല, അതിന് മാത്രം പ്രമാണം ഇതിന് പോരാ. ഉസ്താദ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ഇജ്മാ ഇല്ല എന്ന് പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വ്യക്തമല്ല. ഇജ്മാ ഉള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ കേട്ടു പഠിച്ചിട്ടുള്ളത്. ഞാൻ അങ്ങനെ എല്ലാം പുസ്തകം ഒന്ന് വിശദീകരിച്ചാലൊക്കെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒന്നും ഇല്ല എന്ന് കണ്ടെടുത്ത് സുഹൃത്തെ, ഇജ്മാ ഇല്ല എന്ന് ഞാൻ പറഞ്ഞോ? നിങ്ങൾ എന്റെ പേരിൽ വേറെ അനാവശ്യം പറയരുത്. ഇജ്മാ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇജ്മാ എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. എല്ലാവരും അഭിപ്രായപ്പെട്ട ഒരു ഇജ്മാ ഉണ്ട്. അതുപോലെ തന്നെ ചിലർ അഭിപ്രായപ്പെട്ടതിനെതിരിൽ മറ്റുള്ളവരാരും പറയാതിരിക്കുക എന്നുള്ളൊരു ഇജ്മാ ഉണ്ട്. അതിന് സുക്കൂത്തിയായ ഇജ്മാ എന്നാണ് പറയാ. രണ്ടു തരം ഇജ്മാ ഉണ്ട്. അപ്പൊ സുക്കൂത്തിയായ ഇജ്മാ ഉണ്ട്, അതുപോലെ തന്നെ ഹഖീഖിയായ ഇജ്മാ ഉണ്ട്. അപ്പൊ ഇജ്മാ വെച്ചിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഇജ്മാ ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദകൾക്ക് വിരുദ്ധമായിട്ടുള്ള വളരെ പ്രസക്തവാദ അതിന്റെ മൗലികമായ തത്വങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണാനന്തരം മുഅ്ജിസത്തുണ്ടോ ഇല്ലേ എന്ന് വെച്ചാൽ മുഅ്ജിസത്തില്ല എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തിന്റെ വാദം തന്നെയാണ്, അവൻ മുബ്തദി തന്നെയാണ് ആവേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഒരാളെ പേരെടുത്ത് പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പേരെടുത്താണ് പ്രഖ്യാപിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൽ പെട്ട ഒരു കാര്യം, അതിന്റെ ഒരു ജുസ്ഇയാണ് ഏത്? നേലുണ്ടാവൂല്ലേ എന്നുള്ള വിഷയം. നേലുണ്ടാവൂല, ഒരിക്കലും നേല് വെളിവായിട്ടില്ല എന്ന് ഇമാമിങ്ങളെ കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. അതിനവര് ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, വഈഫായ ഹദീസ് വെച്ചിട്ടുണ്ട്, സഹീഹായ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിൽ മറ്റുള്ള ആളുകൾ ആരും അതിന് എതിര് പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ അത്തരം വിഷയത്തിൽ അത് ആണ് എന്ന് വ്യക്തിപരമായിട്ട് ഇങ്ങനെ അതിൽപ്പെട്ട ദുആയ വിധത്തിൽ നിന്നൊരു ഫർദും വാഹിദിനെ ഒരാൾ നിഷേധിക്കുമ്പോൾ അതുതന്നെ കുറെ ഇമാമിങ്ങൾ പറയുകയും മറ്റുള്ളവർ അതിനെക്കുറിച്ച് എതിർപ്പൊന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മുബ്തദി എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അത് നിങ്ങളൊന്ന് വളരെ വ്യക്തമായിട്ട് പറയണം. സംഗതി സുന്നികളുടെ നിലപാട് എന്താണ്? സുന്നികളുടെ നിലപാട്, എല്ലാ സുന്നികളുടെയും നിലപാട് ഇല്ല എന്നാണെങ്കിലും അതേ സമയത്ത് പിന്നെ ഇങ്ങനെ മേലുണ്ടെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? അതിന്റെ അടിസ്ഥാനം എന്താണ്? അത് നിങ്ങളൊന്ന് വ്യക്തമാക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് പറയാം. ഈ വിഷയത്തിൽ മഹാന്മാരുടെ ഞാൻ അത് വെറുതെ പറയല്ല, ഈ വിഷയത്തിൽ ചില മഹാന്മാർ എഴുതിയ ചില വാക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞാൻ അത്ര പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. നിർത്തി എന്നുള്ളത് എന്റെ വ്യക്തിപരമായ ഒരു സമീപനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഞാൻ ആ ഒരു വാക്ക് ഞാൻ വായിച്ചു തരാം. ഒറ്റ മിനിറ്റ്, ഞാൻ കിതാബ് ഇരിക്കാം. ഒരു മിനിറ്റ്, ഒന്ന് ക്ഷമിക്കണം. 767 പേജ്.
ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളാഖാൻ ബറേൽവി അതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇജ്തബാ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ലിയെ സായാ നഥ. അഹമ്മദ് റളാഖാൻ ബറേൽവി എന്ന് പറയുന്നത് സുന്നികളുടെ ഇന്ത്യയിലുള്ള നേതാവാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കണം കേട്ടോ, വളരെ നല്ല ശ്രദ്ധിച്ച് കേൾക്കണം. മുനീർ ഇജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ലിയെ സായ നഥ, നിഴൽ ഉണ്ടായിരുന്നില്ല. और ये अम्र अहादीस व अഖ്വാൽ ഉലമായെ കിറാം സെ സാബിത്ത്, ഇക്കാര്യം ഹദീസുകളെ കൊണ്ടും പണ്ഡിതന്മാരുടെ വാക്കുകളെ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അവർ അകാബിർ അഇമ്മ, വലിയ ഇമാമാരെ കൊണ്ടും അജില്ല ഫാദിലേൻ, ഉന്നതരായ പണ്ഡിതന്മാരുടെ വാക്കുകളെ കൊണ്ടും മുക്തദാനെ കാമിലേൻ, പൂർണ്ണരായ ഇമാമുമാരുടെ വാക്കുകളെ കൊണ്ടും കെ ആജ്കൽ കെ മുദ്ദഇയ ഖാംക റുക്വാൻ കി ഷാഗിർദി, ഇതുവരെയുള്ള ആളുകളുടെ വിശ്വാസത്തിനോട് ബൽക്കെ കലാം സമജ്നെ കി, അവരൊക്കെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായതിനോട് ലിയാദിനെ യോജിച്ചതല്ല, ലിയാദിനെ യോജിച്ചത എന്ന് ഇതിനെ സംബന്ധിച്ച് ആധികാരികമായ ഒരു പണ്ഡിതന്റെ വാക്ക് മുന്നിലുണ്ടായതുകൊണ്ടാണ് ഞാനും അവിടെ പറഞ്ഞു നിർത്തിക്കുകയാണ്. ഇനി അത് ബിദ്അത്ത് തന്നെയാണോ അതോ ബിദ്അത്തിലേക്ക് കൂട്ടുന്ന തെറ്റാണോ, ഏത് ഗണത്തിലാണ് അത് ഉൾപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ഒരു സംശയം, ഈ ദാർലിന്ത് ആനക്കാരനാണ് മൂപ്പര്. അപ്പൊ അയാള് ഏപ്പിക്കാരെ കടുത്ത പദപ്രയോഗം നടത്തലായിരുന്നു. ഇയാള് മറ്റിന്റെ ആളാണേ. അപ്പൊ നമ്മള് പൊന്മലിനെ ഇയാളിൽ പുറത്താക്കി കിട്ടാനുള്ള ലക്ഷ്യത്തോട് കൂടിയായിരിക്കും ചിലപ്പോ ഇയാൾ ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടാകുക. എം ടി സാർ ഡി സി ഒന്നായില്ല, എം ടി സാർ ഉണ്ട് അവിടെ. എം ടി സാർ ഡി സി ആയോ? സുന്നിസ് അവിടെ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ദാർലിന്ദിന്റെ ലക്ഷ്യം ഇപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാല് പൊന്മലിനെയും പേരോടിനെയും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയുള്ള കളിയാണ് മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏപ്പിക്കാര് നല്ലോണം മനസ്സിലാക്കിക്കോളി. ഇയാളെ നിങ്ങൾ ക്ലാസ് റൂമിൽ അഡ്മിനൊക്കെ ആക്കിയണോ സംശയമുണ്ട് എനിക്ക്. ഇയാൾ നിങ്ങളെ ക്ലാസ് റൂമിൽ അഡ്മിനാണോ അറിയില്ല. ഏതായാലും അഡ്മിനാണോ എനിക്കറിയില്ല. ഏതായാലും പേരോടിനെയും പൊന്മലിനെയും സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താക്കിയേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമുള്ള ഒരാളാണ്. ഇന്നുള്ള കളി ഫുള്ള് അതിനാണ്. മറ്റോ ചെറിയ കിട്ടിയ ഞമ്പാണ്. എ പി അത് കുഴപ്പമില്ലാതെ എ പിക്ക് കുറ്റം കിട്ടിക്കോട്ടെ, ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ എ പിക്ക് നമ്മൾ പറയാൻ ഉസ്താദ് പൊറുക്കണേ, അവരെ ദ്വേഷിക്കൊണ്ടേ കിട്ടിക്കോട്ടെ, നരകം കിട്ടിക്കോട്ടെ, നരകത്തിന് സീറ്റ് ഉറപ്പിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താന്ന് ചോദിക്കണം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ദാറുൽ ഹിന്ദ് ഉള്ളത്. നിങ്ങളെ ലക്ഷ്യം ഇവിടെ എന്താണെന്നുള്ള ഏപ്പിക്കാർക്കൊക്കെ അറിയും. അതാണൊരു ഏപ്പിക്കാരൻ നിങ്ങൾക്ക് അനുകൂലമായി ടെസ്റ്റ് അടിച്ചാത്ത്. എത്ര ഏപ്പിക്കാരന്റെ ക്ലാസ് റൂമിൽ ദാറുൽ ഹിന്ദ് കടന്ന് കളിക്കണ ഈ കളി. ഇൻഷാ അല്ലാഹ് എം ടി ഉസ്താദ് പറ്റേനെ. എം ടി ഉസ്താദ് സുന്നിസം ഞാൻ പറയുന്നത് കേൾക്കുന്നത് സുന്നിസം മൈക്കിൽ വരണം. എം ടി ഉസ്താദ് ഡി സി ആയിട്ടുണ്ട്. അമീർ സാഹിബ് ബൗൺസ് ചെയ്ത് അൺബൗൺസും ആക്കിയില്ലേ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഏപ്പിക്കാരനല്ല. ആ വഹാബിസം വേണ്ട. വഹാബിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ എം ടി ഉസ്താദ് ആ വ്യക്തിപരമായ ഒരു അഭിപ്രായം മയപ്പെടുത്തി പറഞ്ഞപ്പോ അയ്മൻ തൂക്കി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരു മടിയും പേരോട് പൊന്മളി വഹാബി അണിച്ചാൽ പറഞ്ഞാൽ നിങ്ങള് മുബ്തദി അണിച്ചാൽ പറഞ്ഞാൽ എന്തെങ്കിലും പറയാ ഒരു ചെറിയ മടിയും. എന്താ ദാർലിന്റെ
ദാറുൽ ഹിന്ദ് എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വേദന ഉണ്ടാവും. വേറെ ആളെ കുറിച്ച് പറയിപ്പിക്കുകയാണേ. ഇൻഷാ അല്ലാഹ് ഈ ദാറുൽ ഹിന്ദ് എന്തെല്ലാം തരികട ഈ കാലങ്ങളായിട്ട് ഇവിടെ നടത്തിക്കണെന്നാ. ഇൻഷാ അല്ലാഹ് സുന്നിസം മൈക്കിൽ വരിക, കൈയുടെ ദാറുൽ ഹിന്ദ് മൈക്കെടുത്താൻ പോയിട്ടോ. ഓക്കെ സുന്നീസത്തിന് കൊടുക്കാം, പ്രശ്നമല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. MT ഉസ്താദ് ആദ്യം പറയുമ്പോൾ ഒരു വ്യക്തി ചർച്ച ഉണ്ടായിട്ടില്ല. ഞാനും വ്യക്തി ചർച്ച നടത്തിയത്. പേരോട് ഉസ്താദിന്റെ വിഷയത്തേക്കല്ല പിന്നീട് വന്നതാണ്. നിങ്ങൾ ഡോട്ട് ഇടരുത്. ആ നിജലുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമ്പോൾ തന്നെയാണ് ഈ വിഷയങ്ങളും ഈ സംശയങ്ങളും വരുന്നത്. ആ സംശയങ്ങൾക്ക് ഉസ്താദ് തന്നെ സമ്മതിച്ചു. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഉസ്താദ് വന്നാ ഒന്ന് ചോദിച്ചാൽ മതി. ലാസ്റ്റ് ഉസ്താദ് പറഞ്ഞു ഇജ്മാ ഇല്ല എന്ന് ആരാ പറഞ്ഞ എന്നോട് ചോദിച്ചത്. എങ്കിൽ അതിന് അടുത്ത ചോദ്യമുണ്ട്. 2 തരം ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സുക്കൂത്തിയായ ഇജ്മാ ഉണ്ട്, 2 തരം ഇജ്മാ ഉണ്ട്. ഈ 2 വിശദീകരിച്ചു. ആയിക്കോട്ടെ, സുക്കൂത്തിയായ ഇജ്മാ ആണെങ്കിൽ പോലും അതിനെ നിശ്ചയിച്ചാൽ ബിദ്അത്തുകാരനാവൂലേ എന്ന് നിങ്ങൾ ചോദിക്കണം. 2 തരം ഇജ്മാ ഉണ്ടെന്നും ഇജ്മാ ഇല്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ഉസ്താദ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമാമിങ്ങൾ ബിദ്അത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യത്തിൽ പറയാലാവിമാരെ. നിങ്ങൾക്ക് പിന്നെ ആരാ താങ്ങുന്നേ? അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എത്തിയില്ല, നിങ്ങൾക്ക് കഴിയില്ല. അതിനുള്ള പ്രമാണം ഇല്ല, അതിനുള്ള തെളിവില്ല. അത് വ്യക്തം. ഉസ്താദ് പറഞ്ഞാൽ അത് സമർത്ഥിക്കാൻ വേണ്ടി പറയൂ. അത്തരം ഒരു വാദങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടിയപ്പോഴാണ് ബഹുമാനപ്പെട്ട ആ വാദം ശരിയല്ല എന്ന് സമർത്ഥിക്കാനാണ് പേരോട് ഉസ്താദ് ലില്ല് എന്ന് നിഴലിൽ നിന്ന് അർത്ഥം വെച്ചത്. ഇനി ലില്ല് എന്ന് നിഴലിന് അർത്ഥം വെക്കാൻ, ലാഹിറായ അർത്ഥം വെക്കാൻ പാടില്ല എങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ തെളിവുണ്ട് ലാഹിറായ അർത്ഥം വെക്കാൻ പാടില്ല എങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിങ്ങൾ തെളിവുണ്ട്. എന്താ പറയണ? പേരോട് ഉസ്താദ് അർത്ഥം വെച്ചത് ലില്ലിന്ന് അർത്ഥം, നേടിന്ന് അർത്ഥം വെച്ചത് ഇജ്മാ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഇജ്മാ ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പേരോട് ഉസ്താദ് അർത്ഥം വെച്ചത്. അങ്ങനെ പേരോട് ഉസ്താദ് ഭയങ്കര സംഭവമാണല്ലോ അല്ലേ? എന്റെ ദാറുൽ ഹിന്ദ്, നിങ്ങൾ എന്നെ പറഞ്ഞു സുന്നികളുടെ നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരില്ല എന്ന് തന്നെയാണ്. ഖുസൂസിയത്തുകൾ ഉണ്ട് എന്നാണ് സുന്നികളുടെ നിലപാട്. സുന്നികളുടെ നിലപാടിന് എതിരാണ് ആര് പറഞ്ഞത്? പേരുള്ള അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞിട്ടുള്ളത്. എന്താ നമ്മൾ പറഞ്ഞത്? അത് ആ സുന്നികളുടെ നിലപാടിന്റെ എതിരായ, അതായത് വഹാബികളുടെ അതല്ലെങ്കിൽ മുബ്തദീങ്ങളുടെ നിലപാടിനോട് ചേർന്നിട്ടാണ് പേരുള്ള അബ്ദുറഹ്മാൻ സഖാഫി ആ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതൊരു സംശയമില്ല. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് അദ്ദേഹത്തെ ഒറ്റക്കാരണം കൊണ്ട് മുബ്തദി ആക്കണോ എന്നുള്ളത് വേറൊരു വിഷയം. ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ വ്യക്തിയെ നേരിട്ട് നീ മുബ്തദി ആണ് എന്ന് പറയണോ? ഇതാണ് ഇപ്പൊ പ്രശ്നമുള്ളത്. അല്ലാതെ അയാൾ ചെയ്തത് തെറ്റല്ല എന്നോ സുന്നത്ത് ജമാഅത്തിന്റെ മൊത്തത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന ആ കാര്യത്തിന് എതിരല്ല എന്നോ അത് കടുത്ത തെറ്റായി പോയി എന്ന കാര്യത്തിലോ അവിടെ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമല്ല, ഞങ്ങൾക്കുമില്ല. ഞങ്ങളും അതന്നെ പറഞ്ഞത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളുടെ നിലപാടുകൾക്കെതിരാണ്. ഞങ്ങളും അംഗീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവികരായ ഉലമാക്കളുടെ നിലപാടുകൾക്കെതിരാണ്. നിങ്ങളുടെ തന്നെ ഞങ്ങൾ തള്ളിയാലും നിങ്ങൾ കൊണ്ട ഏറ്റവും നിങ്ങൾ ഉന്നതരായി നിങ്ങൾ കണക്കാക്കുന്ന കുത്തുബുൽ ആലമായി നിങ്ങൾ കണക്കാക്കുന്ന നിങ്ങളുടെ മഹാമനീഷികളായി നിങ്ങൾ അംഗീകരിക്കുന്ന ഏറ്റവും വലിയവരായി നിങ്ങൾ ആദരിക്കുന്ന ആളുകളുടെ നിലപാടുകൾക്ക് പോലും എതിരാണ്. മാത്രമല്ല ഈ നിലപാടുകൾക്ക് വിരുദ്ധമായി സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടുമില്ല. എന്താണ് അങ്ങനത്തെ ഒരു കാര്യത്തിൽ തനി വിദഅത്തുകാർ മാത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാൻ വേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് ന്യൂനതകൾ കൽപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ സുന്നി വിശ്വാസപ്രകാരം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരമുള്ള പ്രവാചകരുടെ പ്രത്യേകതകളും നിഷേധിക്കുന്നതിന് വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പേരുടെ അബ്ദുറഹ്മാൻ സഖാഫി ഉപയോഗിച്ചത്. നിങ്ങൾക്കറിയാം, കാലാകാലങ്ങളിലുള്ള ചർച്ചകളിൽ മുൻകാലങ്ങളിലൊക്കെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് ചർച്ചകൾ മുൻപേ ആളുകൾ ഈ വാദത്തിനെ ഖണ്ഡിച്ചുകൊണ്ട്
സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾ ഈ കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് വളരെ സവിസ്തരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാദം തെറ്റാണ്. ഈ ഹദീസിന് ഇങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നേല് സ്വർഗത്തിൽ കണ്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു ആ ഹദീസിന് പോലും ആ അർത്ഥമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നരകവും കാണിച്ചിട്ടുണ്ട്. അപ്പൊ നരകത്തിനും റസൂലുള്ളാഹിന്റെ നേലുണ്ടാവൂലേ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പറഞ്ഞ വാദങ്ങളെ നിശിതമായി അവർ വിമർശിക്കുന്നുണ്ട്. അപ്പൊ അതിനങ്ങനെയല്ല വിശദീകരിക്കേണ്ടത്. ഇമാമുമാരാണ്, അഗ്രേസ്യരായ മഹാപണ്ഡിതന്മാരാണ്, വലിയ വലിയ ഇമാമുകളാണ് ഈ ഹദീസുകളെ വ്യാഖ്യാനിക്കേണ്ടത്. അത് വ്യാഖ്യാനിക്കുക, സ്വന്തമായി വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഒരു ബിദഈ അസുഖമാണ്. ബിദഈയുടെ അസുഖത്തെ, ഒരു ബിദഈയുടെ ലക്ഷണങ്ങൾ കാണിക്കലാണ്. അത് ബിദഈകളുടെ ലക്ഷണമാണ്. നമ്മൾ കാര്യം അത് നമ്മളെ ഏർപ്പാടല്ല, അത് ബിദഈകളുടെ ഏർപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഒരു ഏർപ്പാട് ചെയ്തോ ബിദഈയാണ് എന്നല്ല. അങ്ങനെ കുറെ ഏർപ്പാടുകൾ വരുമ്പോൾ ബിദഈയായി മാറും, മുബ്തദിയായി മാറും. അത് അവരുടെ ലക്ഷണമാണ്. നേരത്തെ ഞാൻ വളരെ നല്ലൊരു ഉദാഹരണം നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഒരു ഒരു മാരക രോഗത്തിന്റെ ഒരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറയാം, ആ ലക്ഷണം കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ നമുക്ക് നമ്മളെ ഈ ബാക്കിൽ വേദന ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ കഴുത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി കയ്യിലൂടെ ഇങ്ങനെ വരലാണോ എന്ന് ചോദിക്കും. അപ്പൊ എന്താണ്? അപ്പോൾ ആദ്യം നമ്മോട് പറയലെന്താണോ, എന്നാ വേഗം ഞമ്മക്കൊരു TMT എടുത്തു നോക്കുക എന്നറിയും. വേഗം ഞമ്മക്കൊരു TMT എടുത്തു നോക്കുക. കാരണം എന്താ? ഈ ഒരു ട്രെഡ്മില്ല് ടെസ്റ്റ് എടുക്കണം. കാരണം ഈ വേദന അറ്റാക്കിന്റെ ലക്ഷണമാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാവുന്ന ഹാർട്ട് രോഗികളുടെ ഒരു ലക്ഷണമാണത്. അപ്പൊ അതുകൊണ്ട് അയാൾ ഹാർട്ട് രോഗിയാണെന്ന് പറയാം. അത് എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഇയാളെ പരീക്ഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾ ഹാർട്ട് രോഗിയാണെന്ന് വിധിക്കേണ്ടി വരും. ആ വിധി ഇപ്പോ ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് വ്യക്തിപരമായി അദ്ദേഹത്തെ വിധിക്കുന്നില്ല. ചിന്തിക്കണം. എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആലോചിക്കണം. ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇന്നത്തെ ചർച്ച അത്രത്തോളം നമ്മൾ പരസ്യം ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും അയക്കേണ്ടവർക്കൊക്കെ അയച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ചർച്ചയ്ക്ക്. അവരൊക്കെ അതിന് കേൾക്കാനുള്ള സംവിധാനങ്ങളും റെക്കോർഡുകൾ ചെയ്യാനുള്ള സംവിധാനങ്ങളും നേർക്കുനേർ കേൾക്കാൻ റേഡിയോ മറ്റും ഉപയോഗിച്ചുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരോട് വളരെ വിനീതമായി MT അബൂബക്കർ ദാരിമി ഉസ്താദ് ഉപദേശിച്ചതാണ്. ഇതിൽ അബദ്ധം പിണഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇതിന് സപ്പോർട്ട് ഉണ്ടാവുമെന്ന് കരുതി പറഞ്ഞതായിരിക്കും. പക്ഷെ 100% ഇത് മനസ്സിലാക്കിക്കോളൂ. അബദ്ധമാണെങ്കിൽ തിരുത്താൻ തയ്യാറായിക്കോളൂ. ഇത് സംഭവം ഈ ലക്ഷണം ചികിത്സിച്ച് ഭേദമാക്കിയിട്ടില്ലെങ്കിൽ അത് മാരകമായ ഒരു രോഗമായി മാറും. അതാണ് ബിദ്അത്ത്. അപ്പോ മുബ്തദി എന്ന് പറയപ്പെടും. അതിന്റെ ലക്ഷണം അവസാനിപ്പിക്കണം. ഇതാണ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് പറഞ്ഞത്. അത് അവരുടെ ലക്ഷണം തന്നെയാണ്. അല്ലാന്ന് ഇപ്പോഴും ആരും പറഞ്ഞിട്ടില്ല. നമ്മളൊരൊറ്റ ഇമാമുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നേലുണ്ടായിരുന്നു എന്ന് എവിടെയും ഈ ഹദീസ് കണ്ടിട്ട് കാര്യങ്ങൾ പറയേണ്ടത് ഓരല്ലേ? അല്ല, ഹദീസ് നേരിട്ടർത്ഥം വെക്കല. ഹദീസിലുണ്ട് ആരാ പറയല്? ഹദീസ് തെളിവായിട്ടാണ് നമ്മൾ പറയല്. നമ്മളൊരു കാര്യം ഇമാമുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് ഹദീസ് പിൻബലമായിട്ടാണ് പറയല്. അപ്പോഴാണ് നമ്മൾ ഹദീസ് ഉപയോഗിക്കല്. അല്ലാതെ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഹദീസ് നോക്കിയിട്ടല്ല നമ്മളാരും പറയല്, അല്ലെങ്കിൽ ഖുർആനിൽ നോക്കിയിട്ടല്ല നമ്മളാരും പറയല്. ബഹുമാനപ്പെട്ട ഇമാമുമാരും മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും അതുപോലെ തന്നെ ഇമാമുമാരും ഒക്കെ വിശദീകരിച്ച കാര്യത്തിന് പിൻബലമായി നമ്മൾ ഹദീസുകളും പരിശുദ്ധ ഖുർആൻ ആയത്തുകളും ഓതാറുണ്ട്. അല്ലാതെ നമ്മളെന്തെങ്കിലും ഒരു ആയത്തിന് എടുത്തുകാണ്ട് ഓതികാണ്ട് നാളെ നമ്മളെ സ്വന്തമായി അത് വിശദീകരിച്ച ഒരു വയൽ പറയുന്ന ഏർപ്പാട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കില്ലാത്തതാണ്. നമ്മൾ ഏതെങ്കിലും നാട്ടിൽ, നമ്മളെ നാട്ടുകാർ അങ്ങനെ ചെയ്യൂല. ഒരാൾ പാമ്പിനെ തിന്നുമ്പോ പറയാം അത് ചൈനക്കാരുടെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ ഓൻ ചൈനീസായി എന്നതിന്റെ അർത്ഥം. ഓൻ ചൈനക്കാരുടെ സ്വഭാവം കാട്ടുന്നുണ്ട്. ഓൻ അവിടെ നല്ലത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് മെല്ലെ അങ്ങോട്ട് പോവുക, കുറച്ചും കൂടി നീളാണ് ഓന് നല്ലത്. കാരണം ഓൻ ആ സ്വഭാവക്കാരനാണ്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മൈക്കെടുക്കും, വിശദീകരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ വിശദമായിട്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ DC ആയി പോയിരുന്നു. പിന്നെ തിരിച്ചു വരാൻ കുറച്ച് പ്രയാസപ്പെട്ടു. അപ്പോ ഇതിലിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ ഇജ്മാ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരുപാട് ഇമാമുകൾ ഇത് അഭിപ്രായപ്പെടുകയും മറ്റുള്ള ആളുകൾ ആരും അതിനെ എതിർത്ത് കാണുകയും ചെയ്യുന്നില്ല. അപ്പൊ അതൊരു തത്വത്തിൽ സുകൂത്തിയായ ഒരു ഇജ്മാഇന്റെ സ്ഥാനത്താണ്. എന്നുവെച്ചാൽ മറ്റുള്ളവരൊക്കെ മൗനം സമ്മതം കൊടുക്കുന്ന ഒരു ഇജ്മാഇന്റെ സ്ഥാനത്ത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില്
അത് അവരെ സംബന്ധിച്ച് ബിദ്അത്ത് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചില ആളുകൾ അത് ബിദ്അത്ത് എന്ന് പറഞ്ഞവരുണ്ട്. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉത്തരേന്ത്യയിലുള്ള പഴയ കാലത്തുള്ള ചില പണ്ഡിതന്മാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പല പ്രയോഗങ്ങളും നടത്തുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖത്മുൻ നുബുവത്തുമായി ബന്ധപ്പെട്ട് ചില പ്രയോഗങ്ങൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മണ്ണിനോട് ചേർന്നു എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലുള്ള പല ഉലമാക്കളും അവര് മുർത്തദ്ദായി പോയി എന്ന് വിധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളീയ പണ്ഡിതർ അങ്ങനെ പറയാറില്ല. സമസ്തകൾ ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാര് അവരെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അങ്ങനെയുള്ള ചില പണ്ഡിതന്മാരുടെ ചില നിലപാടിലുള്ള വ്യത്യാസങ്ങളാണ്. എന്നതുപോലെ വളരെ മൗലിക പ്രധാനമായ കാര്യങ്ങൾ നിഷേധിച്ചാൽ അവര് മുബ്തദി ആണെന്ന് ഖണ്ഡിതമായി പറയും. അതേ സമയത്ത് ചില കാര്യങ്ങളുടെ നിഷേധത്തെക്കുറിച്ച് ബിദ്അത്ത് എന്ന് ഖണ്ഡിതമായിട്ട് വ്യക്തിപരമായിട്ട് ഇപ്പൊ പറയുന്നില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കങ്ങനെ പറയുന്നവരോട് എതിർപ്പുണ്ട് എന്നോ അങ്ങനെ പറയുന്നത് തെറ്റാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എന്തായാലും അതൊരു ബിദ്അത്തിന്റെ വാദമാണ്. എന്നുവെച്ചാൽ ബിദ്അത്തുകാരുടെ അരികു പറ്റുന്ന വാദം ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവര് പുത്തൻവാദികൾ, മുബ്തദിഈങ്ങൾ എന്ന് അവരെ സംബന്ധിച്ച് പറയണോ പറയണ്ടേ, അത് ഉലമാക്കൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആണ് എന്നുള്ളൊരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളൂ. ആ വിഷയം അതോടുകൂടി എന്റെ മറുപടി അതോടുകൂടി തീർന്നു. പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം എന്തായിരുന്നു വെച്ചാല്, സുന്നികളുടെ നിലപാടാണ് മേലുണ്ടാവൂല, അപ്പൊ പിന്നെ മേലുണ്ടാകുമെന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. ഇദ്ദേഹം ഇപ്പോൾ ഉണ്ടോന്നറിയില്ല. അത് എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? അതാണ് എന്റെ ചോദ്യം. ഒരു കുഴപ്പമില്ല, എന്താണ് ഇതിന് കാരണം? അത് ആ ചോദ്യം അതിന് അദ്ദേഹം മറുപടി തന്നിട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ DC ആയി പോയപ്പോ എന്തെങ്കിലും പറഞ്ഞോന്ന് അറിയുകയുമില്ല. അല്ലേ? ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. ഉസ്താദിന്റെ അഭിപ്രായം പറയണോ അല്ലെങ്കിൽ കുറെ പണ്ഡിതന്മാർ കൂടിയിട്ട് അഭിപ്രായം പറയണോ? ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഉസ്താദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേലുണ്ട് എന്ന് വാദിച്ചാൽ ബിദ്അത്തുകാരനാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. നിങ്ങൾ തന്നെ പറഞ്ഞ ഇജ്മാ രണ്ട് തരത്തിലുണ്ട്, സുക്കൂത്തുണ്ട്, രണ്ട് തരത്തിലുള്ള ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ സുക്കൂത്തായ ഇജ്മായിലാണ് ഇത് പെടുത്തുക അല്ലെ? എങ്ങനെയാ സുക്കൂത്തായ ഇജ്മാ കല്യാണത്തിന് ബിദ്അത്ത്? അതിന് നിങ്ങൾ യോഗം ചേരണ്ടല്ലോ. നിങ്ങളങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞാൽ ഇമാമിങ്ങളെ ഇബാറത്തെടുത്ത് വായിച്ചു കൊടുത്താൽ മതിയല്ലോ. ഇത് ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഞങ്ങൾ വ്യക്തി സംബന്ധമായ ചർച്ച അല്ലേ ഇവിടെ. ഈ വാദക്കാരെ അങ്ങനെ വാദിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ അതിന് നിങ്ങൾ പേരോട് ഉസ്താദിലേക്കും പെൺമോൾ ഉസ്താദിലേക്കും കൊണ്ടിട്ട് അവർ വാദിച്ചതും അവർ പറഞ്ഞതും നിങ്ങൾക്ക് ഉസ്താദ് മനസ്സിലായിട്ടുണ്ടാവും. ഈ കൂട്ടത്തിൽപ്പെട്ട ആർക്കും മനസ്സിലായിട്ടില്ല. ബാക്കിയുള്ളത് ഈ ക്ലാസ് റൂമിലുള്ളത് ഉസ്താദ് തെറ്റിദ്ധരിക്കരുത്. ഉസ്താദ് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദിന്റെ മറുപടിയിൽ അതൊക്കെ വളരെ ക്ലിയർ ആണ്. ഉസ്താദ് പറഞ്ഞ പോലെ തന്നെയാണ് ശരിയായ രൂപത്തിൽ വരുന്നത്. ബാക്കി പിന്നെ സംഘടനാ ലെവലിൽ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമൊക്കെ പലത് കുത്തിക്കയറ്റുന്നുണ്ടാവും. അത് സ്വാഭാവികം. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അത് പറഞ്ഞോ ഈ വിഷയത്തിൽ ബിദ്അത്തിന്റെയോ ഇജ്മാ നിഷേധത്തിന്റെയോ അപ്പോൾ നമ്മളെ ചോദ്യത്തിന് മറുപടിയായില്ല. അപ്പൊ സുക്കൂത്തിയായ ഒരു ഇജ്മാ ഉണ്ടെന്നും ആ ഇജ്മായിന് ഇവിടെ എതിര് വരുന്നുണ്ട് എന്നും അത്തരം ഇജ്മാകളെ സംബന്ധിച്ച് അത് ബിദ്അത്തിന്റെ വാദമാണ് അല്ലെങ്കിൽ അവരെ പറ്റി മുബ്തദി എന്ന് പറയണോ, അത് അതിന്റെ ഇബാറത്തുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചതിന് ശേഷം പറയാം എന്ന നിലക്കാണ് ഞാനത് മാറി നിൽക്കുന്നത്. അത് ഒരു കുറവായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത്. അത് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വ്യക്തിപരമായ നിലപാട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്ന് പഠനം നടത്തിയിട്ട് അതിനെ സംബന്ധിച്ചുള്ള ഇബാറത്തുകളൊക്കെ ശേഖരിച്ചതിന് ശേഷം പറയാം. എന്റെ മനസ്സിൽ ചില നിലപാടുകളൊക്കെ ഉണ്ട്. പക്ഷെ മനസ്സിലുള്ള നിലപാടുകളെല്ലാം തന്നെ നിങ്ങൾ ചോദിക്കുമ്പോഴത്തേനും പറയണമെന്നില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് സുഹൃത്തെ ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഒന്നും പറയുന്നില്ല എന്ന് പറയുന്നത്. ഈ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. എന്താണ് ഉദാഹരണം? തബ്ലീഗ് ജമാഅത്തിന്റെ ആചാര്യന്മാരെ സംബന്ധിച്ച് മഹാനായ
മഹാനായ അഹമ്മദ് റളാ ഖാൻ ബറേൽവിയെ പോലുള്ള ബറേൽവി പണ്ഡിതന്മാർ കുഫർ കൊണ്ട് ഫത്വ കൊടുത്തിരുന്നു. പക്ഷെ സമസ്തകാല ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാര് അങ്ങനെ കുഫർ കൊണ്ട് ഫത്വ കൊടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അത് ഏതായാലും പണ്ഡിതന്മാരുടെ പൂർവികരായ പണ്ഡിതന്മാരുടെയും ഹദീസുകളുടെയൊക്കെ നിലപാടിന് വിരുദ്ധമാണ് എന്ന് അഹമ്മദ് റളാ ഖാൻ ബറേൽവി പറഞ്ഞതായിട്ട് ഒരു ഇബാറത്ത് ഉറുദുവിൽ എന്റെ അടുത്തുണ്ട്. അപ്പോ ഞാൻ ആ ഒരു ഇബാറത്ത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ ആ ഒരു നിങ്ങളുടെ ആ ചോദ്യത്തിന് അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് അല്ലെങ്കിൽ അവർ മുബ്തദിഈങ്ങളാണ് എന്ന് പറയണോ? അത് പറയുന്ന ആളുകളെ ഞാൻ എതിർക്കുന്നില്ല. ഞാൻ എന്ത് പറയണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒന്നുകൂടി അതിനെക്കുറിച്ച് ദീർഘമായി ചിന്തിച്ചതിന് ശേഷം പറയാം എന്ന നിലപാട് നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. നാളെ എന്തു പറയും എന്തു പറയൂല എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ അങ്ങനെ സ്വീകരിക്കുന്നു. പല ആളുകളും അവരെ സംബന്ധിച്ച് മുബ്തദിഈങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കാരണം ബാഹിറുകളെ ചിന്തിച്ചു നോക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ സുന്നികളുടെ വിശ്വാസത്തിന് എതിരായിട്ട് ഒരു വാദം വാദിക്കുക എന്നുള്ളത് തന്നെയല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്, അല്ലേ? മാ യുഖാലിഫു അഖായിദ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബിനൗഇ ശുബ്ഹത്തിൻ എന്നല്ലേ അതിന്റെ ഡെഫിനിഷൻ. ചില തിരിമറികൾ വെച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസം വെച്ച് പുലർത്തൽ എന്നാണല്ലോ ബിദ്അത്തിന്റെ നിർവചനം. അപ്പൊ ആ നിർവചനത്തിന്റെ പട്ടികയിൽ ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ബിദ്അത്ത് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ഞാൻ എതിർക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാനെങ്ങനെ പറയണോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ അതിനെ സംബന്ധിച്ച് ഒന്നും കൂടി എന്റെ വ്യക്തിപരമായ പഠനങ്ങൾ നടന്നതിന് ശേഷം പറയാം എന്നേ ഞാൻ ഇപ്പൊ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. അതൊരു കുറവായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം മുട്ടിയതായിട്ടോ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ തിരിച്ചൊരു ചോദ്യമുണ്ട്, അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. എന്താണ്? ഒരു കുഴപ്പവുമില്ല, സുന്നികൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, അതിനെതിരിൽ പറയുന്നതിനൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കുഴപ്പമില്ലെങ്കിൽ പിന്നെ സുന്നിയാളെ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നാണ്. സുന്നിയാളെ വിശ്വാസത്തിൽ കുഴപ്പമുണ്ടായതുകൊണ്ടാണല്ലോ അതിനെതിരിൽ വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ലാത്തത്. അല്ലാതെ രണ്ടും കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് കുഴപ്പമില്ലാതെ മറ്റിലെന്തോ കുഴപ്പമുണ്ട് എന്ന് പറയില്ലേ, വരുമല്ലോ. അതിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങൾ എന്താ ഒരു മറുപടിയും പറയാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ പറയണം ഞാനാ പറഞ്ഞ് പിൻവലിച്ചു എന്ന് പറയണം. ഞാൻ അപ്പറഞ്ഞത് പിൻവലിച്ചു, അത് കുഴപ്പം തന്നെയാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ ആ ചോദ്യം ചോദിക്കൂല കേട്ടോ. പക്ഷെ അത് നിങ്ങൾ പറയുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മൈക്ക് തരികയാണ്. ഉസ്താദ് നേരത്തെ പറഞ്ഞതിനെതിരായിട്ടാണ് ഇപ്പൊ പറയുന്നുള്ളത്. അത് ഉസ്താദ് ഈ റെക്കോർഡ് ഉണ്ടെങ്കിൽ റെക്കോർഡ് ഉസ്താദ് കേട്ടു നോക്കിയാൽ മതി, എതിരാവുന്നുണ്ടോ ഇല്ലേന്ന്. ഉസ്താദ് നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഇജ്മാഇന്റെ ഗണത്തിലേക്ക് പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചിരുന്നു. അതൊന്ന് ഓർമ്മിച്ചാൽ മതി. ഇപ്പൊ ഉസ്താദ് പറഞ്ഞിട്ടത് ഞാൻ നോക്കിയിട്ട് പിന്നീട് വ്യക്തിപരമായിട്ട് അഭിപ്രായം പിന്നെ പറയാം. സുഹൃത്തെ, ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ വെറുതെ പറയാത്തത് പറയുന്നു. ഇജ്മാ എന്ന് പറയുമ്പോൾ സുക്കൂത്തിയായ ഇജ്മാ ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ എല്ലാവരും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ച ഇജ്മാ ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇജ്മാ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇജ്മാവും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാ ഇമാമിയങ്ങളും അവരുടെ കിതാബിൽ എഴുതിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബില് അൽ മിനഹുൽ മക്കിയ എന്ന കിതാബിന് 4 സ്ഥലത്ത് എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 5ാമതൊരു സ്ഥലത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം അതിന്റെ എല്ലാ വരികളും ഞാൻ വായിച്ചു തീർത്തിട്ടില്ല, പല ഭാഗങ്ങളും ഞാൻ വായിക്കാതെ വിട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് റംലി ഇമാം അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിതിയിൽ നിന്നുകൊണ്ട് പറയാണ്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ സ്ഥിതിക്ക് മറ്റുള്ള എല്ലാ ഇമാമിയങ്ങളും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞതായിട്ട് അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോ അവരുടെ കിതാബുകൾ മുത്താല ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ട കിതാബിന്റെ എത്രയോ 10 മടങ്ങ് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവരാരും ഇതിനെ എതിർക്കുന്നില്ല. അപ്പൊ എതിർക്കാത്ത പശ്ചാത്തലത്തിൽ അതിനെ സംബന്ധിച്ച് ബിദ്അത്ത് അല്ലെങ്കിൽ മുബ്തദിഈങ്ങൾ എന്ന് പറയണോ പറയണ്ടേ? അത് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയും. ഇനി ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് എങ്കിൽ അവർക്കും അതിന് അതിൻ്റെതായ ന്യായങ്ങളുണ്ട്. ആ ന്യായം അവർക്ക് വകവെച്ചു കൊടുക്കുന്നു. ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല.
എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. എന്റെ വാക്കുകൾ ഒരിക്കലും തന്നെ നിങ്ങൾ അടർത്തി മാറ്റരുത്. ഞാൻ അത്രയും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിച്ചതിന് ശേഷം, അല്ലെ, അങ്ങനെ നമുക്ക് പറയുന്നത് എന്താ കുഴപ്പം? ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് 40 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 36 ചോദ്യത്തിന് മുമ്പ് ലാ അദ്രി എന്നാണ് മറുപടി പറഞ്ഞത്. എനിക്കറിയില്ല എന്ന് മൂപ്പര് പറഞ്ഞു. ആ മൂപ്പര് അറിവില്ലാത്ത ആളായതുകൊണ്ടല്ല, അതിനെ സംബന്ധിച്ച് ഒന്നുകൂടി പഠനം നടത്തട്ടെ എന്നിട്ട് പറയാമെന്ന അർത്ഥത്തിലാണ്. അതൊരു സൂക്ഷ്മതയുടെ വാക്കായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി ആരെങ്കിലും അവരെ സംബന്ധിച്ച് ഉപദേശങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അത് സംബന്ധിച്ച് എന്താകുന്നില്ല, എതിർക്കാനും പോകുന്നില്ല. അതിപ്പോ എന്റെ ഒരു സൂക്ഷ്മത എന്ന് വെച്ചാൽ ഞാൻ വലിയ വറയുള്ള ആളാണെന്നൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ വിഷയത്തിൽ ഞാനൊരു സൂക്ഷ്മത പുലർത്തുന്നു എന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, മൈക്ക് എന്റെ കയ്യിൽ വന്നല്ലോ. സോറി ജാഫർ ഭായി, അത് അറിയാണ്ട് എത്തിപ്പോയത്. ഏതായാലും എത്തിയില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ. ഉസ്താദ്, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേഘം സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടി മേഘം തണലിടാറുണ്ട് എന്ന് ഖുസൂസിയത്തിൽ ഇങ്ങനെ കേൾക്കാറുണ്ട് പ്രത്യേകതയായിട്ട്. അതെപ്പോഴുണ്ട് ഉസ്താദ്? എപ്പോഴും ഇങ്ങനെ തണലിട്ടുകൊണ്ടേയിരിക്കാറുണ്ടോ? എന്തൊരു സംശയം. നല്ലൊരു സംശയമാണത്. ദാറുലിന്റെ സംശയങ്ങളുടെ കൂട്ടത്തിൽ നല്ലൊരു സംശയമായിട്ടാണ് ഞാൻ അവരെ എത്തിക്കാണുന്നത്. അതിനെ സംബന്ധിച്ചുള്ള മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി ഇബാറത്ത് ഞാൻ വായിച്ചുതരാം. وأشار غير واحد إلى أن تضليل الغمام له صلى الله عليه وسلم إنما كان قبل النبوة إرهاصا وتأسيسا له لنبوته صلى الله عليه وسلم كما يأتي. ധാരാളം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേഘം തണലിട്ട് കൊടുത്തു എന്നുള്ളത് നുബുവത്തിന് മുമ്പുണ്ടായ സംഭവമാണ്. അതിൽ ഇർഹാസ്, തഅസീസ് എന്നിങ്ങനെയാണ് പേര് പറയേണ്ടത്. വബിമ്മാ യദുല്ലു അലൻകിതാഇ ദാലിക, നുബുവത്തോടുകൂടി ആ ഒരു സവിശേഷത മുറിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ പേരിൽ അറിയിക്കുന്ന കാര്യമാണ് അന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഖദിമൽ മദീനത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ ലമ്മ അസാബത്തുഹു ശംസു, വെയിലേറ്റപ്പോൾ ഒരു തണൽ വിരിച്ചു കൊടുത്തു എന്നുള്ളത്. ഫദല്ലല അലൈഹി ബിരിദാഇഹി, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്റെ തട്ടം കൊണ്ട് റസൂലുള്ളാഹിക്ക് തണൽ വിരിച്ചു കൊടുത്തു. ഫസല്ലല്ലാഹു അലൈഹി വസല്ലം ദല്ലല അലൈഹി ബിസൗബിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം കൊണ്ട് നബിക്ക് തന്നെ തണൽ വിരിച്ചിട്ടുണ്ട്. വഹുവ യർമി ജംറത്തുൽ അഖബ എറിയുന്ന സന്ദർഭത്തിൽ. മറ്റൊരു തവണ നബി തങ്ങൾ തന്നെ തണൽ വിരിച്ചിട്ടുണ്ട്. വഹുവ ബിൽ ജഇറാന, ജഇറാന എന്ന സ്ഥലത്തിലാകുമ്പോൾ. ഇദാ അതൗ അലാ ശജറത്തിൻ മദീനത്തിൻ, സഹാബിമാർ യാത്ര അല്ലാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ആ സംശയം 70 പേര് പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി ഖുബാ, മദീനയിലുള്ള ഖുബായിൽ. ഫഖാമ അബൂബക്കർ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. വജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബൻ പുലർത്തിക്കൊണ്ട് അവിടെ ഇരുന്നു. ഫഖാലു യഖൂന അബൂബക്കർ റളിയല്ലാഹു, അപ്പൊ മദീനക്കാരെന്ത് വിചാരിച്ചു? അബൂബക്കർ തങ്ങളാണ് റസൂലുള്ളാഹി വിചാരിച്ചു. അന്നഹു അസ്ലൈഹി, കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറെ നിരച്ചിട്ടുണ്ടായിരുന്നു. നബിയേക്കാൾ 3 വയസ്സ് സിദ്ദീഖ് തങ്ങൾക്ക് കുറവാണെങ്കിലും സിദ്ദീഖ് തങ്ങൾ നേരത്തെ ഒരുക്കുന്ന ആളാവുമ്പോൾ അദ്ദേഹമായിരിക്കും റസൂലുള്ളാഹി അവർ വിചാരിച്ചു. ഹത്താ ഇദാ അസാബത്തുഹു ശംസു, അങ്ങനെ നബി തങ്ങൾക്ക് വെയിലേറ്റപ്പോൾ
ദല്ലല അലൈഹി സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിക്ക് തണൽ വിരിക്കല്ല, തണലിങ്ങനെ മേലക്ക് കാണിച്ചു, തട്ടം മുകളിൽ പിന്നെ തണലാക്കി കൊടുത്തു. ഫഅറഫൂ, അപ്പോഴാണ് റബ്ബിനെ മനസ്സിലായത്. പോരെ, അത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതാണ്. ഓക്കെ ഉസ്താദ്, ഹൈറായി. ഏതായാലും അവിടെ എനിക്കൊരു ചെറിയൊരു സംശയം. അപ്പൊ ഉസ്താദ് ഇപ്പൊ പറഞ്ഞു മേഘം തണലിടാറുണ്ടായിരുന്നു, അത് പിന്നെ കുറെ ഭാരത്ത് വായിച്ച് മുറിഞ്ഞ സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു സംശയം, ഇനിയിപ്പോ നമ്മൾ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേഘം തണലിടാറുണ്ടായിരുന്നു എന്ന ഖുസൂസിയത്ത് പറയാൻ പാടില്ലേ? പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞൂടെ എന്നാ എന്റെ സംശയം. റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്താണ് മേഘം തണലിടാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുസൂസിയത്താണ് മേഘം തണലിടൽ. അത് നുബുവത്തിന് മുമ്പായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ ശരീരത്തിന്റെ ഒരു ഖുസൂസിയത്തല്ല, ഒരു ശാരീരികമായി നിലനിൽക്കുന്ന ഒരു ഖുസൂസിയത്തല്ല. അപ്പൊ ബദറിൽ മലായികത്ത് ഇറങ്ങി, ഞാൻ ഉഹദിലും ഹുനൈനിലും ഖന്തക്കിലും ഖൈബറിലും ഒക്കെ ഇറങ്ങി യുദ്ധം ചെയ്തു നയിമെന്ന് കിട്ടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധത്തിന് മലായികത്ത് ഇറങ്ങാറുണ്ടായിരുന്നു. പറഞ്ഞാൽ എല്ലാ യുദ്ധത്തിലും ഇറങ്ങിയെന്ന് അവിടെ വന്നിട്ടില്ല, കാരണം ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ തെളിവുണ്ട്. മനസ്സിലായോ? അപ്പോ മേഘം ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് റസൂലിന്റെ വൈരത്തങ്ങൾ നടക്കുമ്പോൾ വൈസ്രത്തിന്റെ കൂടെ ഖദീജ ബീവിയുടെ വ്യാപാര ആവശ്യാർത്ഥം ഷാമിലേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ മേഘം തണലിട്ട് കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മൈസറത്ത് എന്ന ഭൃത്യൻ ഖദീജ ബീവിയോട് ചെന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മള് അസ്രക്കമയത്തിൽ പറയില്ലേ, വൽ ഗമാമത്തു ഖദ് അദല്ലത്ത്, അങ്ങനെയാണ് അവിടെ ഇബാറത്തുള്ളത്. മേഘം തണലിട്ട് കൊടുത്തു. അതേ സമയത്ത് നയലിനെ പറ്റി അങ്ങനെയല്ല ഇബാറത്തുള്ളത്. നയലിനെ പറ്റി പറഞ്ഞാൽ ലം യകുല്ലഹു ബിദ്ദുൻ അസ്ലൻ, തീരെ നയലുണ്ടായിരുന്നില്ല. ആ ഇബാറത്തുമ്പോൾ നിന്നാ മതി കേട്ടോ, പിന്നെ അപ്പുറത്തുകൾ പോകാതിരുന്നാ പോരെ. അതുകൊണ്ടല്ലേ പകരം മുഹമ്മദ് ഹസനി പ്രസംഗിച്ച് മുഴുവൻ ഞങ്ങൾ എടുക്കായിരുന്നു. പകരം മുഹമ്മദ് ഹസനി പ്രസംഗിച്ചില്ലേ ഈ മറ്റേ നമ്മളെ എന്താ ഹസ്റജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൂപ്പരെന്ത് കെട്ടും, അയാളെ തലയിൽ നിന്നൊരു കേശം എടുക്കുത്തരേ, അത് കത്തിച്ച് നോക്കും, അപ്പോൾ കത്തും. പിന്നെ ഈ കേശങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു കേശം എടുത്ത് നോക്കും, അങ്ങനെ അത് കത്തിച്ച് നോക്കുമ്പോൾ കത്തില്ല. അങ്ങനെ ഇടക്കിടക്ക് ചെയ്യുമായിരുന്നു എന്ന് പറയുന്ന ആ സീഡി ഉണ്ടല്ലോ, ആ സീഡിയിൽ മൂപ്പര് പറയുന്നുണ്ട്, അവിടെ ഈ കേശം പുറത്തേക്കെടുക്കുമ്പോൾ മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു. ഖസ്റജിന്റെ AC കൊട്ടാരത്തിലെ ഖസ്റജിന്റെ AC പാലസിൽ മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു. അതൊക്കെ എന്താണ് ഓല് ഇത് പറഞ്ഞത്? മൊത്തത്തിൽ അവര് കണ്ടമാനാണ് പറഞ്ഞതാണ്. അവരിത് സംഭവം ആൾക്കാരുടെ ഇടയിൽ വിപണനത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു സാധനം വിൽക്കണ സമയത്ത് അങ്ങനെയല്ല പറയാം. അതിനില്ലാത്തപ്പോ ഇപ്പൊ അടുത്ത് ഒരു മറ്റേ ഇന്ദുലേഖ ഉപയോഗിച്ച ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ സൗന്ദര്യം നിങ്ങളിലേക്ക് എത്തുന്ന പറഞ്ഞു. ഈ ചെങ്ങായി കുറെ 2 കൊല്ലം ഇയാൾ 1.5 കൊല്ലം 2 കൊല്ലം ഇയാൾ വാങ്ങി തേച്ചിട്ട് മമ്മൂട്ടിയുടെ മാതിരിയായില്ലാണ്ട് മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തിക്കാണ്. അപ്പൊ അങ്ങനെ ഈ വിപണനത്തിന് വേണ്ടിയിട്ടേ ഇതൊരു കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പൊ ഇതൊരു ഒരു ആളുകൾ ഈ സംഭവത്തുമൊക്കെ ആകർഷിക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് കണ്ടമാനം പറഞ്ഞു കൂട്ടിയതാ. അങ്ങനെ പറഞ്ഞു കൂട്ടത്തില് മൂപ്പര് പറഞ്ഞാണ് മേഘം തണലിട്ട് കൊടുക്കും. ഈ കേശെടുക്കുമ്പോ അത് കത്തിക്കാൻ വേണ്ടി കേശെടുക്കുന്ന സമയത്ത് മേഘം തണലിട്ട് കൊടുക്കുമായിരുന്നു. ഇത് എടുക്കണതും കത്തിക്കണതും അയാളെ വീട്ടിൽ നിന്നാണ്, അയാളെ പാലസിലാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറായി അവർ പറഞ്ഞത്. നമ്മളതൊന്നും അതുകൊണ്ട് നമ്മൾ പറഞ്ഞോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ മേഘം തണലിടണം നമ്മൾ പറഞ്ഞു. ഒരു നിബന്ധന നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പകര പറഞ്ഞ പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ വേപ്പിക്കാർ വിളിച്ചു പറഞ്ഞതൊക്കെ പാടെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് മുൻ ഗ്രന്ഥങ്ങളിലുള്ള മഹാന്മാരായ ആളുകൾ പറഞ്ഞ ഹുസൂസിയത്തുകൾ, മഹാന്മാരായ ഇമാമിയങ്ങൾ പറഞ്ഞ ഹുസൂസിയത്തുകളാണ്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ നമ്മളെ ചർച്ചയിൽ ഇത് റസൂലുള്ളാഹിന്റെ തിരുകേശമാണോ എന്നറിയാൻ വേണ്ടി ആ കേശം പുറത്തേക്കെടുക്കുമ്പോ ആ റൂമിൽ മേഘം വന്ന് തണലിടണം എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ജയഫർ വില്ലം വരെ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ ജയഫർ സാഹിബ്?
ജേഫർ ബില്ല് ആരും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളാരും അങ്ങനെ മേഘം തണലിടണമെന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഒരു 1-2 പ്രാവശ്യം അയാളെ പൊട്ടത്തരം വെച്ചിരുന്നു. ആളുകളെ ചിറി അധികമായതുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ചിരിപ്പിക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് പിന്നെ ആ ഭാഗം ഒഴിവാക്കിയിട്ട് ആ കത്തിച്ചു നോക്കി എന്നുള്ളത് മാത്രമാണ് നമ്മൾ സാധാരണ വെക്കാറ് അല്ലേ. ആ ഭാഗം ഒരു പ്രാവശ്യമായിട്ട് നമ്മൾ 1-2 പ്രാവശ്യം ആളുകൾ ചിരിച്ച് എന്തെങ്കിലും സംഭവിച്ചാലേ നമ്മളെ SKICR അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് ഈ പകരുന്നത് മുഴുവൻ നമ്മൾ എല്ലാ സമയത്തും വെക്കാറില്ല. ചില അർദ്ധരാത്രിയിലൊക്കെ ആളുകൾ ചിരിച്ചിട്ട് എന്തെങ്കിലും പറ്റിയ ചിരിച്ചിനോടത്തുനിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടാരും പറ്റൂല. അങ്ങനെ കുളത്തി പിടിച്ചാൽ അമ്മാതിരി ചെറിയ ഇരിക്കേണ്ടി വരും. ആ AC റൂമിലൊക്കെ മേഘം തണലിട്ടത് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഒരു ദിവസം എല്ലാവരും ചിരിക്കാൻ നല്ല സന്നദ്ധരാണ് എന്നുണ്ടെങ്കിൽ മാത്രം ഒരു സമയത്ത് നമുക്ക് ഒരു ദിവസം കേൾപ്പിക്കാം. ഈ സമയത്തൊന്നും എന്തായാലും പറ്റൂല. അപ്പൊ അതൊന്നും നമ്മൾ ഇന്ന് വരെ അത് പറഞ്ഞിട്ടില്ല ഇൻഷാ അല്ലാഹ്.